بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തു സിദ്ഖ് കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത്, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പുള്ള മൻസിലത്ത് പറഞ്ഞത് മൻസിലത്തുൽ ഹയാ എന്നുള്ളതാണ്, ലജ്ജയുടെ സ്ഥാനം. ഇനി പറയുന്നത് മൻസിലത്തു സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സത്യസന്ധത എന്നതാണ് അതിനെ മനസ്സിലാക്കാൻ പറയാറുള്ള വാക്ക്, സത്യസന്ധത എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും, അല്ലെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും നാം തെളിയിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അസ്ദിഖ്, സത്യസന്ധത എന്നുള്ള കാര്യം. അത് കേവലം വാക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ നിയ്യത്തുകളിലും അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ദീനിൻ്റെ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നാം പറയുന്ന കാര്യങ്ങളിലും നാം ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മുടെ ഉദ്ദേശങ്ങളിലുമെല്ലാം സിദ്ഖുണ്ടോ ഇല്ലയോ എന്ന് വേർതിരിക്കാനാണ് എന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങളാവട്ടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാവട്ടെ അത് സിദ്ഖോട് കൂടിയാണോ അല്ലയോ എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഹിയ മൻസിലുൽ ഖൗമിൽ അഅ്ബം. ഈ സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകളുടെ മൻസിലത്താണ്. അല്ലദീ മിൻഹു തൻശഉ ജമീഉ മനാസിലിസ് സാലിക്കീൻ. ഈ സിദ്ഖിൽ നിന്നാണ് മറ്റുള്ള എല്ലാ മൻസിലത്തുകളും അത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെ ഉരുത്തിരിച്ചെടുക്കുന്നത് ഈ സിദ്ഖിൽ നിന്നാണ്. നമ്മൾ പറയുന്നത് ധാരാളം മൻസിലത്തുകളുണ്ടല്ലോ, ഒരുപാട് മൻസിലത്തുകൾ നമ്മൾ പറഞ്ഞു, ഇനിയും പറയാനുണ്ട്. ആ മൻസിലത്തുകളെല്ലാം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സിദ്ഖിൽ നിന്നാണ്. വത്വരീഖുൽ അഖ്വം അല്ലദീ മൻ ലം യസിർ അലൈഹി ഫഹുവ മിനൽ മുൻഖതിഈൻ അൽ ഹാലികീൻ. വളരെ ചൊവ്വായിട്ടുള്ള പാതയാണ് സിദ്ഖിൻ്റേത്. അതിൽ ഒരാൾ സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സിദ്ഖ് ഇല്ല എങ്കിൽ അവൻ ആ യാത്രയിൽ തടയപ്പെട്ട, ആ യാത്ര മുറിഞ്ഞുപോയ, നാശം സംഭവിച്ചതിനെ പോലെയാണ്. അവനൊരിക്കലും അള്ളാഹുവിലേക്ക് മുന്നിടാൻ സാധിക്കില്ല. സിദ്ഖ് എന്നുള്ള ഗുണം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. വബിഹി തമയ്യസു അഹ്ലുൽ നിഫാഖി വബിഹി തമയ്യസ അഹ്ലുൻ നിഫാഖ് മിൻ അഹ്ലിൽ ഈമാൻ. ഇതുകൊണ്ടാണ്, അതായത് ഈ സിദ്ഖ് കൊണ്ടാണ് നിഫാഖിന്റെ ആളുകളെയും ഈമാനിന്റെ ആളുകളെയും വേർതിരിക്കുന്നത്. വബിഹി തമയ്യസു അഹ്ലുൻ നിഫാഖ് മിൻ അഹ്ലിൽ ഈമാൻ. നിഫാഖിന്റെ ആളുകളെയും ഈമാനിന്റെ ആളുകളെയും വേർതിരിക്കുന്നത് സിദ്ഖ് കൊണ്ടാണ്. വസുക്കാനുൽ ജിനാനി മിൻ അഹ്ലിൻ നീറാൻ. അതുപോലെ തന്നെ സ്വർഗാവകാശികൾ ആരാണ് എന്നും നരകാവകാശികൾ ആരാണ് എന്നും വേർതിരിക്കുന്നത് സിദ്ഖിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ സിദ്ഖുള്ളവർ ഈമാനിന്റെ ആളുകൾ, സ്വർഗാവകാശികൾ. അതിനെതിരായിട്ടുള്ള കദിബ് അല്ലെങ്കിൽ നിഫാഖ് അതുള്ളവർ നരകാവകാശികൾ, മുനാഫിഖീങ്ങൾ. വഹുവ സൈഫുല്ലാഹി ഫി അർദിഹി അല്ലദീ മാ വുദിഅ അലാ ഷൈഇൻ ഇല്ലാ ഖതഅഹു. ഇത് ഈ സിദ്ഖ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വാളാണ്. അത് ഏതിനു മേലെയാണോ വെക്കപ്പെടുന്നത് അത് മുറിഞ്ഞു പോകും. അതായത് ഏതൊരു കാര്യത്തിൻ്റെ മേലെയാണോ ഈ സിദ്ഖ് വെക്കുന്നത് അത് അവൻ്റെ ആ പ്രവർത്തനത്തെ ഒന്നുകിൽ ഹക്കായിട്ട് ബാത്തിലായിട്ട്, അല്ലെങ്കിൽ മഖ്ബൂലായിട്ട് മർദൂദായിട്ട്, സ്വീകരിക്കപ്പെടുന്നതായിട്ട് തള്ളപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ ഈമാനിൻ്റെ ആളായിട്ട് നിഫാഖിൻ്റെ ആളായിട്ട്, രണ്ടായി വേർതിരിക്കുന്ന അള്ളാഹുവിൻ്റെ വാളാണ് സിദ്ഖ് എന്നുള്ളത്. വലാ വാജിഹ ബാത്തിലൻ ഇല്ലാ അർദാഹു വസറഅഹു. അതൊരു ബാത്തിലിന്റെ മേലെയാണ് അത് വീഴുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അത് ബാത്തിലിനെയാണ് അത് കണ്ടുമുട്ടുന്നതെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയും. അതുപോലെ ഒന്നുമല്ലാതായി തീരും ബാത്തിൽ. മൻ സാല ബിഹി ലം തുറദ്ദ സൗലതുഹു. അതുകൊണ്ടൊരു പ്രഹരമേറ്റ് കഴിഞ്ഞാൽ ആ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വമൻ നതഖ ബിഹി അലത് ബിഹി അലൽ ഖുസൂമി കലിമതുഹു.
ആരെങ്കിലും സിദ്ഖ് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധമായി സംസാരിക്കുകയാണെങ്കിൽ അവൻ ആ സിദ്ഖ് ഉണ്ട് എങ്കിൽ അവന്റെ ആ സംസാരം എന്നും ഉന്നതമായി നിൽക്കും, അവന്റെ ആ സംസാരം ഉന്നതിയിൽ നിൽക്കും. ഫഹുവ റൂഹുൽ അഅ്മാൽ വമഹക്കുൽ അഹ്വാൽ, അതാണ് എല്ലാ കർമ്മങ്ങളുടെയും ആത്മാവ് എന്നുള്ളതും എല്ലാവിധ അവസ്ഥകളെയും മനസ്സിലാക്കി തരുന്ന അതിന്റെ അളവുകോൽ എന്നുള്ളതും എല്ലാത്തിനെയും അളക്കാനുള്ള കാര്യമാണത്. വൽഹാമിലു അല ഇഖ്തിഹാമിൽ അഹ്വാൽ, എത്ര വലിയ ഞെരുക്കമുള്ള അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണെങ്കിലും അതിലേക്ക് പ്രവേശിക്കാൻ ഒരുവന് ധൈര്യം നൽകുന്ന കാര്യം അല്ലെങ്കിൽ ധീരത ഉണ്ടാകുന്നത് ഈ സിദ്ഖ് കൊണ്ടാണ്. അഥവാ സത്യസന്ധത എന്നുള്ള ഈ സിദ്ഖ് എന്നുള്ള ഗുണമുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വരുന്ന പരീക്ഷണങ്ങൾ എന്തുമാവട്ടെ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ അല്ലെങ്കിൽ അതിലേക്ക് മുന്നിടാൻ, അതിനെ നേരിടാൻ അവന് സാധിക്കും. വൽബാബുല്ലദീ ദഖല മിൻഹുൽ വാസിലൂൻ ഇലാ ഹദറതി ദിൽ ജലാൽ, ഇതൊരു കവാടമാണ്, അതിലൂടെയാണ് ദിൽ ജലാൽ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്. അഥവാ ആളുകൾ പ്രവേശിക്കാനുള്ള കവാടമാണ് സിദ്ഖ് എന്നുള്ളത്, സത്യസന്ധത എന്നുള്ളത്. വഹുവ അസാസു ബിനാഇദ്ദീൻ, അത് ദീനിന്റെ അടിസ്ഥാനമാണ്. വഉമൂദു ഫുസ്താത്തിൽ യഖീൻ, യഖീനിന്റെ കൂടാരത്തിന്റെ നെടുംതൂണാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത. ഒരാൾക്ക് യഖീൻ ഉണ്ടാകുന്നത് അത് ആ യഖീനിന്റെ ഒരു കൂടാരമായി സങ്കല്പിച്ചാൽ അതിനെ നിലനിർത്തുന്ന നെടുന്തൂണാണ് സിദ്ഖ് എന്നുള്ളത്. സിദ്ഖ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് യഖീൻ ഉണ്ടാവുകയുള്ളൂ. വദറജതുഹു താലിയത്തുൻ ലിദറജത്തി നുബുവത്തി അല്ലതി ഹിയ അർഫഉ ദറജാത്തിൽ ആലിമീൻ, ഈ പിന്നെ സിദ്ഖിന്റെ ദറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബൂവത്തിന്റെ ദറജയ്ക്ക് ശേഷം തൊട്ടു വരുന്ന ദറജയാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ വ്യത്യസ്ത ദറജകൾ അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ ദറജയാണ് റസൂലുകളുടെ. അതിൽ തന്നെ 5 ആളുകളും അതിൽ 2 ആളുകളും അതിൽ ഒരാളും. 5 ആളുകൾ ഉലുൽ അസ്ം, 2 ആളുകൾ ഖലീലുകൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് താഴെയുള്ള ദറജ നബിമാരുടേതാണ്. നബിമാരുടെ അല്ലാഹു തആല റിസാലത്ത് നൽകിയ നബിമാരുടെ. ഈ 2 എണ്ണം ഒരിക്കലും മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ ഒരു അടിമയുടെ പ്രയത്നം കൊണ്ട് അവന് നേടിയെടുക്കാൻ സാധിക്കില്ല. ഒരാൾക്ക് കുറെ അമൽ ചെയ്തു, കുറെ ഇഖ്ലാസ് ഉണ്ടായി, കുറെ സത്യസന്ധത ഉണ്ടായി റസൂലാകാൻ പറ്റുമോ? ഇല്ല. നബിയാകാൻ പറ്റുമോ? ഇല്ല. ഇത് അള്ളാഹു തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ അതിനുശേഷമുള്ള ദറജ എന്ന് പറഞ്ഞാൽ റസൂല്, നബി, പിന്നെ താഴെയുള്ളത് സിദ്ദീഖീങ്ങളാണ്. സിദ്ദീഖ് എന്നുള്ളത് അത് ഒരുവൻ അവന്റെ സിദ്ഖ് കൊണ്ട് നേടിയെടുക്കുന്ന സ്ഥാനമാണ്. അതിന് താഴെ ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, അങ്ങനെയാണ് അതിന്റെ പദവികൾ അല്ലാഹു തആല മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നുബുവത്തിന് ശേഷമുള്ള തൊട്ടു താഴെയുള്ള അഥവാ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് അവന് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ ദറജ സിദ്ഖിന്റേതാണ്. അതാണ് ഷെയ്ഖ് പറഞ്ഞത്. വമിൻ മസാകിനിഹിം ഫിൽ ജിനാൻ തജ്രിൽ ഉയൂൻ വൽ അൻഹാറു ഇലാ മസാകിനി സിദ്ദീഖീൻ, നുബുവത്തിന്റെ അല്ലെങ്കിൽ നബിമാരുടെ വാസസ്ഥലങ്ങൾ സ്വർഗത്തിൽ എവിടെയാണോ അതിൽ നിന്നാണ് ഈ സിദ്ദീഖീങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്കുള്ള അരുവികൾ പൊട്ടിയൊഴുകുന്നത്. അഥവാ ആ ദറജയുടെ മഹത്വം അറിയിക്കാൻ നബിമാരുടെ ആ സ്ഥാനത്തിന് തൊട്ടു താഴെയാണ് സിദ്ദീഖീങ്ങളുടെ സ്ഥാനം. കമാ കാന മിൻ ഖുലൂബിഹിം ഇലാ ഖുലൂബിഹിം ഫീ ഹാദിഹി ദാർ മദദുൻ മുത്തസിലുൻ വമുഈനുൻ, ഏതുപോലെ നബിമാരുടെ ഖൽബുകളും സിദ്ദീഖീങ്ങളുടെ ഖൽബുകളും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു നീണ്ടുകിടക്കുന്ന ഒരു ബന്ധം ഈ ദുനിയാവിൽ ഉള്ളതുപോലെ. അഥവാ നബിമാരോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആരായിരിക്കും? സിദ്ദീഖീങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ ആരാണ്? സിദ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ ഒരു ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അത് ആരാകുമായിരുന്നു? അബൂബക്കർ സിദ്ദീഖ്. അപ്പോൾ നബിമാരും സിദ്ദീഖീങ്ങളും തമ്മിൽ ഖൽബ് കൊണ്ട് ഒരു അടുപ്പമുണ്ട്, ഒരു ബന്ധമുണ്ട്. ആ നബിമാരുടെ സ്ഥാനത്ത് അവർക്ക് എത്താൻ സാധിക്കില്ല. പക്ഷെ തൊട്ടു താഴെയുള്ള ആ ദറജ, ആ ബന്ധം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ സ്വർഗത്തിൽ ആ ഒരു ബന്ധം ഈ നിലക്കാകും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അഥവാ ആ സ്ഥാനത്തെ അറിയിക്കുകയാണ്. വഖദ് അമറ അല്ലാഹു സുബ്ഹാനഹു അഹ്ലൽ ഈമാനി അൻ യകൂനു മഅസ് സാദിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് സിദ്ദീഖീങ്ങളുടെ കൂടെ ആകണമെന്നുള്ളത്. സിദ്ഖുള്ളവരുടെ കൂടെ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളത്. അഥവാ നമ്മൾ ഒരു കൂട്ടരോടൊപ്പം നിൽക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്ന ദീനിയായ നിലയ്ക്ക് പ്രവർത്തിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു സംഘമാവട്ടെ, വിഭാഗമാവട്ടെ, ഏതാണെങ്കിലും സിദ്ദീഖീങ്ങളുടെ കൂടെ, സിദ്ഖുള്ളവരെ കൂടെ ആകാൻ മുഅ്മിനീങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. വഖസ്സൽ മുൻഅമ അലൈഹിം ബിന്നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹു തആല നിഅമത്ത് ചൊരിഞ്ഞ ആളുകൾ എന്ന് അല്ലാഹു തആല എണ്ണി പറഞ്ഞത് നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിങ്ങനെയാണ്. സിദ്ദീഖീങ്ങൾ അനുഗ്രഹം നൽകപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
فقال تعالى الله تعالى سورة التوبة 119 ആയത്തിൽ പറഞ്ഞു يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ സിദ്ഖുള്ളവരോടൊപ്പമാവുക സത്യസന്ധന്മാരായിട്ടുള്ള ആളുകളോടൊപ്പമാവുക എന്നത് സിദ്ഖ് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആരോടൊപ്പമാണുള്ളത് എന്നുള്ളത്. وقسم الله سبحانه الناس إلى صادق ومنافق അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ രണ്ടായിക്കൊണ്ട് ഖിസ്മ ചെയ്തിട്ടുണ്ട്, വിഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ, സിദ്ഖുള്ള ആളുകൾ. രണ്ട് നിഫാഖുള്ള ആളുകൾ. ഫഖാല സൂറത്തുൽ അഹ്സാബിലെ 24 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു ലിയജ്സി അല്ലാഹു സ്സാദിഖീൻ ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീൻ ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ലിയജ്സി അല്ലാഹു സ്സാദിഖീന ബിസിദ്ഖിഹിം. അല്ലാഹു തആല വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത്, അടിമകളെ കടത്തിവിടുന്നത്, അതിൽ നിന്ന് സിദ്ഖുള്ളവർക്ക് ആ സിദ്ഖിന്റെ പേരിൽ അവർക്ക് പ്രതിഫലം നൽകാനും വയുഅദ്ദിബൽ മുനാഫിഖീൻ മുനാഫിഖീങ്ങളെ ശിക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇനി ആ മുനാഫിഖീങ്ങൾക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അവർ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ആ തൗബ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അഥവാ കൃത്യം പറഞ്ഞാൽ സിദ്ഖുള്ളവരെയും നിഫാഖുള്ളവരെയും വേർതിരിക്കാനാണ് ഈ ലോകത്ത് വ്യത്യസ്ത പരീക്ഷണങ്ങൾ അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത്. സൂറത്തുൽ അൻകബൂത്തിലെ 2-3 ആയത്തുകളിലും അല്ലാഹു ഇതേ കാര്യം പറയുന്നുണ്ട്. വേറെയും ധാരാളം സന്ദർഭങ്ങളിൽ ഈ ഒരു കാര്യത്തെ സൂചിപ്പിച്ചതായി കാണാം. അപ്പോൾ അല്ലാഹു തആല പരീക്ഷണങ്ങൾ വെച്ചിട്ടുള്ളത് ജനങ്ങളെ സിദ്ഖുള്ളവരായിട്ടും കദിബുള്ളവരായിട്ടും അല്ലെങ്കിൽ സിദ്ദീഖീങ്ങളെയും മുനാഫിഖീങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വൽ ഈമാനു അസാസുഹു അസ്ദിഖ് ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിദ്ഖാണ്. വന്നിഫാഖു അസാസുഹു അൽ കദിബ് നിഫാഖിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കദിബാണ്. എന്താണോ സിദ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം അതിന്റെ നേരെ എതിരാണ് എന്ത് കദിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സിദ്ഖ് എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാനമാണ്, തഖ്വയുടെ അടിസ്ഥാനമാണ്, ഇഖ്ലാസിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ കദിബ് എന്നുള്ളത് നിഫാഖിന്റെ അടിസ്ഥാനമാണ്. ഫലാ യജ്തമിഉ കദിബുൻ വ ഈമാനുൻ ഇല്ലാ വഹദഹുമാ മുഹാരിബുൻ ലിൽ ആഖിർ ഒരിക്കലും ഈ ഈമാനും കദിബും കൂടി യോജിക്കുകയില്ല ഒന്നൊന്നിനോട് എതിരാകുന്ന അവസ്ഥയിലല്ലാതെ, ഒന്നൊന്നിനോട് പോരാടുന്ന അവസ്ഥയിലല്ലാതെ ഒരിക്കലും ഇത് രണ്ടും കൂടി ഒരാളിൽ ഉണ്ടാവില്ല. ഒരാളിൽ ഒരുമിച്ച് ഈ രണ്ടവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ രണ്ടും തമ്മിൽ ഒരു പോരാടുന്ന അവസ്ഥയായിരിക്കും. ഒന്നെങ്കിൽ ഈമാൻ മുഅ്മിനായിരിക്കും, അല്ലെങ്കിൽ അവൻ മുനാഫിഖായിരിക്കും. ഇത് രണ്ടും പിന്നെ ഒരുമിച്ച് ഉണ്ടാവണമെങ്കിൽ അത് തമ്മിലുള്ള പോരാട്ടത്തിലായിരിക്കും അത് ഉണ്ടാവുകയുള്ളൂ. വഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ 33-34 ആയത്തുകളിൽ പറഞ്ഞു വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. വല്ലദീ ജാഅ ബിസ്സിദ്ഖ് ആരാണോ സിദ്ഖുമായി വരുന്നത്, വസദ്ദഖ ബിഹി അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത്, സിദ്ഖ് കൊണ്ട് വരുന്നത് അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നത്, ഉലൈക ഹുമുൽ മുത്തഖൂൻ അവരാണ് തഖ്വയുള്ള ആളുകൾ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം അവരുടെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ റബ്ബിന്റെ അടുക്കലുണ്ട്. ദാലിക ജസാഉൽ മുഹ്സിനീൻ അത് ഇഹ്സാൻ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലമാണ്. ഈ ആയത്ത് ഇതിനെ കൊടുത്തിട്ട് ഇബ്നുൽ ഖയ്യിം പറയുകയാണ് ഫല്ലദീ ജാഅ ബിസ്സിദ്ഖി ഹുവ മൻ ശഅനുഹു അസ്സിദ്ഖു ഫീ ഖൗലിഹി വഅമലിഹി വഹാലിഹി. ഈ സിദ്ഖുമായിട്ട് വരുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാക്കിലും അവന്റെ കർമ്മങ്ങളിലും അവന്റെ എല്ലാ അവസ്ഥകളിലും ഈ സിദ്ഖുള്ള ആളുകളാണ് സിദ്ഖുമായി വരുന്നവർ. ഫസ്സിദ്ഖു ഫീ ഹാദിഹി സലാസ സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളിലാണ് ഉണ്ടാകേണ്ടത്. സിദ്ഖ് എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറഞ്ഞ കാര്യം ഈ 3 എണ്ണത്തിലും ഉണ്ടാകണം. ഫസ്സിദ്ഖു ഫിൽ അഖ്വാൽ സംസാരത്തിലുള്ള വാക്കുകളിലുള്ള സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിവാഉൽ ലിസാനി അലൽ അഖ്വാൽ പറയുന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതിനോട് നാവ് നേരെയാവുക എന്നുള്ളത്. അതായത് നാം പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടുള്ള നേരെയായിട്ടുള്ള കാര്യങ്ങളാവുക എന്നുള്ളത്. കസ്തിവാഇ സുംബുലതി അലാ സാഖിഹാ ഏതുപോലെ ഒരു കതിർ, ഒരു ചെടിയുടെ നെല്ലിന്റെ മറ്റും കതിര് അതിന്റെ തണ്ടിൽ നിൽക്കുന്നത് പോലെ അത് ശരിയായതാവുക എന്നുള്ളതാണ്. വസ്തുഖ് ഫിൽ അഅമാൽ കർമ്മങ്ങളിലുള്ള സിദ്ഖ് എന്ന് പറഞ്ഞാലോ ഇസ്തിവാഉൽ അഫ്ആലി അലൽ അംരി വൽ മുതാബഅ അവന്റെ പ്രവർത്തനങ്ങൾ ഏതോടോട് ഒപ്പമാവുക, അള്ളാഹുവിന്റെ കൽപ്പനകളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റുന്നതിനോടും ഒന്നാവുക, അതുപോലെയാവുക.
കസ്തിവാ അർ-റഅ്സി അലൽ ജസദ്, ഏതുപോലെ ശരീരത്തിന് മേലെ തല നിൽക്കുന്നത് പോലെ, അഥവാ നേരെ ആയിക്കൊണ്ട് അവൻ ആ കാര്യങ്ങളെ ചെയ്യുക. വസ്തുഖു ഫിൽ അഹ്വാൽ, അവന്റെ മറ്റുള്ള എല്ലാ മേഖലകളിലും അവന്റെ സത്യസന്ധത ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിവാഉൽ ഖൽബി വൽ ജവാരിഹ് അലൽ ഇഖ്ലാസ്, അവന്റെ കൽബും അവന്റെ അവയവങ്ങളുമെല്ലാം ഇഖ്ലാസിനോട് ഒന്നിച്ചാവുക. വസ്തിഫ്രാഖുൽ വുസ്അ് വബദ്ലുൽ ത്വാഖ, അവന്റെ കഴിവെല്ലാം അവൻ ഉപയോഗിക്കുന്ന, അവന്റെ ശേഷിയെല്ലാം ഉപയോഗിക്കുന്ന, അവന്റെ ഒഴിവ് സമയം ഉപയോഗിക്കുന്നത് ആ നിലക്കാവുക. ഫബിദാലിക യകൂനുൽ അബ്ദു മിനൽ ലദീന ജാഉ ബിസ്സിദ്ഖ്, ഇങ്ങനെയാണ്, അഥവാ വാക്ക് നേരെ ചൊവ്വയാവുക, പ്രവർത്തനങ്ങൾ നേരെ ചൊവ്വയാവുക, അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇഖ്ലാസോട് കൂടി നേരെ ചൊവ്വയാവുക. ഇങ്ങനെയാണ് ഫബിദാലിക യകൂനുൽ അബ്ദു മിനൽ ലദീന ജാഉ ബിസ്സിദ്ഖ്, സിദ്ഖ് കൊണ്ടുവരുന്ന ഒരാളായി തീരുന്നത്, ഒരു അടിമ ഇങ്ങനെയാണ് ആയിത്തീരുക. വബിഹസബി കമാലി ഹാദിഹിൽ ഉമൂർ ഫീഹി വഖിയാമിഹാ ബിഹി, ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ നാവിന്റെയും പ്രവർത്തനത്തിന്റെയും അവന്റെ മറ്റെല്ലാ പെരുമാറ്റത്തിന്റെയും സാഹചര്യത്തിനെയും എത്രത്തോളം അവൻ അതിൽ പരിപൂർണത നേടുന്നുവോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്നുവോ തകൂനു സിദ്ദീഖിയതുഹു, അതിനനുസരിച്ചിട്ടാണ് അവന്റെ സിദ്ദീഖിയത്ത് ഉണ്ടാവുക. അഥവാ സിദ്ഖ് കൊണ്ട് ഒരാളാകുന്നതാണ് സിദ്ദീഖ്. അപ്പൊ ആ സിദ്ദീഖിയത്ത് ഉണ്ടാകണമെങ്കിൽ വാക്കിലും പ്രവർത്തനത്തിലും മറ്റുള്ള എല്ലാ അവസരങ്ങളിലും ഈ സിദ്ഖ് ഉണ്ടായിരിക്കണം. വലിദാലിക, അതുകൊണ്ടാണ് കാന ലി അബീ ബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഅർളാഹ് ദുർവതു സനാമി സിദ്ദീഖിയ്യ, അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖിയത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിയത്. അഥവാ സിദ്ദീഖിന്റെ ആ ഉന്നതമായ സ്ഥാനത്ത് എത്തിയത് ആ കാരണം കൊണ്ടാണ്. ഹത്താ സുമ്മിയ അസ്-സിദ്ദീഖ് അലൽ ഇത്ലാഖ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പേര് നൽകപ്പെട്ടു? സിദ്ദീഖ് എന്നുള്ള പേര് തന്നെ നൽകപ്പെട്ടു. അതായത് ഇന്ന വാക്കിൽ സിദ്ദീഖുള്ളവനാണ് എന്നോ പ്രവർത്തനത്തിൽ സിദ്ദീഖുള്ളവനാണ് എന്നോ ഉദ്ദേശത്തിൽ സിദ്ദീഖുള്ളവനാണെന്നോ പ്രത്യേകമായിട്ടല്ല പറഞ്ഞത്. നിരുപാധികം എന്ത് പേരാണ്? അസ്-സിദ്ദീഖ് എന്നുള്ള പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയത്. വസ്സുദ്ദീഖ് അബ്ലഗു മിനസ് സദൂഖ്, സിദ്ദീഖ് ഇനി കുറച്ച് ഭാഷാപരമായിട്ടുള്ള കാര്യമാണ്. സിദ്ദീഖ് എന്നുള്ള പദം സദൂഖ് എന്നുള്ളതിനേക്കാൾ അബ്ലഗാൻ, അഥവാ അറബി ഭാഷയിൽ സീഗത്ത് മുബാലഗ എന്ന് പറയും. അഥവാ ഒരു കാര്യത്തെ കൂടുതൽ ആഴത്തിലായിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ അലീം, അലീം എന്ന് പറഞ്ഞാൽ, ആലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവൻ, അലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിവ് ധാരാളമുള്ളവൻ. അതുപോലെ അല്ലാം എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടി ആഴത്തിൽ അറിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാകും. അതുപോലെ തന്നെ ഓരോ വാക്ക്, പ്രത്യേകിച്ചും ഫഈൽ, ഫഊൽ, ഫആൽ എന്നീ വസനിൽ വരുന്ന ഗഫാർ, ഗഫൂർ, ഗാഫിർ, ഗാഫിർ എന്നുള്ള പറയുന്നതിനേക്കാൾ ആഴത്തിൽ ഭാവം പൊറുക്കുന്നവനാണ് ആര്? ഗഫാർ, ഗഫൂർ എന്നുള്ളത്. അങ്ങനെ രൂപങ്ങളുണ്ട്. അതിൽ സിദ്ദീഖ് എന്നുള്ളത് സദൂഖും സീഗത്ത് മുബാലഗയാണ്, സിദ്ദീഖ് എന്നുള്ളത് സീഗത്ത് മുബാലഗയാണ്. അതായത് ആഴത്തിലൊരു കാര്യത്തെ പറയുന്നതാണ്. അപ്പൊ സദൂഖ് എന്നുള്ള വാക്കിനേക്കാൾ ആഴത്തിൽ സിദ്ദീഖുള്ള ആളാരാണ്? സിദ്ദീഖ് എന്നുള്ളതാണ്. വസ്സദൂഖു അബ്ലഗു മിനസ് സാദിഖ്, സാദിഖ് എന്നുള്ളത് സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്, അതിനേക്കാൾ ആഴത്തിലുള്ളതാണ് സദൂഖ്, സദൂഖിനേക്കാൾ ആഴത്തിലുള്ളതാണ് സിദ്ദീഖ് എന്നുള്ള പദം. ഫഅല മറാത്തിബി സിദ്ഖ്, അസ്ദിഖ് എന്നുള്ളതാണ് സിദ്ഖിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മർത്തബ. അതായത് ഇപ്പൊ മൂന്നാളുകളുടെ വിചാരിക്കുക, ഒരാൾ സത്യസന്ധനാണ്, ഒരാൾ അതിനേക്കാൾ സത്യസന്ധനാണ്, മറ്റേയാൾ വളരെയധികം സത്യസന്ധനാണെങ്കിൽ ഒന്നാമത്തെ ആൾ നമ്മൾ സാദിഖ് എന്ന് പറയും, രണ്ടാമത്തെ സദൂഖ് എന്ന് പറയാം, മൂന്നാമത്തെ സിദ്ദീഖ് എന്ന് പറയും. മർത്തബത്തു സിദ്ദീഖിയ്യ വഹിയ കമാലുൽ ഇൻഖിയാദി ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സിദ്ദീഖിയത്തിന്റെ സ്ഥാനം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായി പിൻപറ്റുന്നതിലൂടെയും മഅ കമാലിൽ ഇഖ്ലാസി ലിൽ മുർസിൽ, ആ റസൂലിനെ അയച്ച അള്ളാഹുവിനോട് പരിപൂർണമായ ഇഖ്ലാസോടുകൂടി മാത്രമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത അതായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ഥാനം കിട്ടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലും സത്യപ്പെടുത്തുന്നതിലും അതിമഹത്തായിട്ടുള്ള ഒരു സ്ഥാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അവിടുന്ന് പറഞ്ഞത് കാണാം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച ഒരു കാര്യം പോലും വിട്ടുപോയിട്ടില്ല. എനിക്ക് പേടിയാണ് അതെങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിഴച്ചു പോകുമോ എന്നുള്ളത്. അത്രത്തോളം അതിനോട് വഫാ കാണിച്ച ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അതുപോലെ തന്നെ ഇഖ്ലാസിന്റെ കാര്യത്തിലും വഖദ് അമറല്ലാഹു സുബ്ഹാനഹു റസൂലഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്അലഹു അൻ യജ്അല മുദ്ഖലഹു വമുഖ്റജഹു അല സിദ്ഖ്. ഇനി വരുന്ന ഒരു ചർച്ച, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ഖുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അല്ലെങ്കിൽ സിദ്ഖിനോട് ചേർത്തി പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ പറയാൻ മുഖയ്യിം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവേശന മാർഗവും മുദ്ഖലും മുഖ്റജും പുറപ്പെടുന്ന മാർഗവും അല സിദ്ഖ്, സിദ്ഖിന്റെ മേലെ ആയിരിക്കണം എന്നുള്ളത്. മുഖ്റജു സിദ്ഖ്, മുദ്ഖലു സിദ്ഖ്, മുഖ്റജു സിദ്ഖ്, പ്രവേശന മാർഗവും പുറപ്പെടുന്ന മാർഗവും എന്തായിരിക്കണം? സിദ്ഖ് കൂടിയുള്ളതായിരിക്കണമെന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്തിൽ കാണാം, ഫഖാല വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ. നീ പറയുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, റബ്ബി അദ്ഖിൽനി, റബ്ബേ നീ പ്രവേശിപ്പിക്കണമേ, മുദ്ഖല സിദ്ഖിൻ, സിദ്ഖിന്റെ പ്രവേശന മാർഗത്തിലൂടെ, വഅഖ്രിജ്നി എന്നെ പുറപ്പെടുവിപ്പിക്കണമേ, മുഖ്റജ സിദ്ഖിൻ, സിദ്ഖിന്റെ പുറപ്പെടുന്ന മാർഗത്തിലൂടെ, വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഒരു ആധികാരികമായിട്ടുള്ള സഹായം നീ എനിക്ക് നൽകണമേ. വഖ്ബർ അൻ ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇനി ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പറ്റി പരാമർശിക്കുന്നിടത്ത് അല്ലാഹു അറിയിച്ചു, അന്നഹു സഅല അൻ യഹിബ ലഹു ലിസാന സിദ്ഖിൻ ഫിന്നാസ്, ജനങ്ങളിൽ ലിസാന സിദ്ഖ്, സിദ്ഖിന്റെ ഒരു തൽക്കാലം നാവ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ലിസാന സിദ്ഖ് നൽകണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. ഫഖാല, സൂറത്ത് ശുഅറയിലെ 84-ാമത്തെ ആയത്തിൽ ഫഖാല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ ആയിട്ട് വജ്അൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഇനി വരുന്ന തലമുറകളിൽ പിൻകാലക്കാരിൽ എനിക്ക് ലിസാന സിദ്ഖ് നൽകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ എന്ത് വന്നു? മുദ്ഖല സിദ്ഖ് വന്നു, മുഖ്റജ സിദ്ഖ് വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ എന്ത് വന്നു? ലിസാൻ സിദ്ഖ് എന്ന് പറഞ്ഞു, ലിസാന സിദ്ഖ് എന്ന് പറഞ്ഞു. വബശ്ശറ, മൂന്നെണ്ണമായി, വബശ്ശറ ഇബാദഹു ബിഅന്ന ലഹും ഇൻദഹു ഖദമ സിദ്ഖിൻ വമഖ്അദ സിദ്ഖിൻ. അല്ലാഹു തആല ഖുർആനിൽ അവന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അവന് അള്ളാഹുവിന്റെ അടുക്കൽ, അടിമകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഖദമു സിദ്ഖ് ഉണ്ട്, ഖദമു സിദ്ഖ് ഉണ്ട്, സിദ്ഖിന്റെ ഒരു സ്ഥാനമുണ്ട്. വമഖഅദ സിദ്ഖ്, സിദ്ഖിന്റെ ഒരു ഇരിപ്പിടമുണ്ട് എന്ന് അറിയിച്ചു. ഈ 5 സിദ്ഖാണ് ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്. ഒന്ന് മുദ്ഖല സിദ്ഖ്, മുഖ്റജ സിദ്ഖ്, ലിസാന സിദ്ഖ്, പിന്നെന്താണ്? ഖദമ സിദ്ഖ്, മഖഅദ സിദ്ഖ്. ഈ 5 സിദ്ഖ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകൾ കൊടുക്കുകയാണ്. സൂറത്ത് യൂനുസിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഖാല തആല വബശ്ശിരിൽ ലദീന ആമനൂ ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത, അവർക്ക് സിദ്ഖിന്റെ ഒരു സ്ഥാനം അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. വഖാല, മറ്റൊരായത്തിൽ സൂറത്തുൽ ഖമറിലെ 54-55 ആയത്തുകളിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ, മുത്തഖീങ്ങൾ തോട്ടങ്ങളിലും അരുവികളിലുമാണ്. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, മുഖ്തദിറായിട്ടുള്ള, മലീക്കായിട്ടുള്ള, എല്ലാത്തിനും കഴിവുള്ള, ആധിപത്യമുള്ള അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സിദ്ഖിന്റെ ഇരിപ്പിടത്തിലാണ്. ഇങ്ങനെ 5 തരത്തിൽ അല്ലാഹു തആല ഖുർആനിൽ സിദ്ഖിനെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്, സിദ്ഖിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട്. വഫഹാദിഹി ഖംസതു അഷ്യാ, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഈ 5 കാര്യങ്ങൾ, മുദ്ഖലു സിദ്ഖ് വമുഖ്റജു സിദ്ഖ് വലിസാനു സിദ്ഖ് വഖദമു സിദ്ഖ് വമഖഅദു സിദ്ഖ്, ഈ 5 കാര്യങ്ങൾ, മുദ്ഖലു സിദ്ഖ്, സിദ്ഖിന്റെ പ്രവേശന മാർഗം, വമുഖ്റജു സിദ്ഖ്, സിദ്ഖിന്റെ പുറപ്പെടുന്നത്, വലിസാനു സിദ്ഖ്, സിദ്ഖിന്റെ ഒരു നാവ്, അത് ആശയം വിശദീകരിക്കാം, വഖദമു സിദ്ഖ്, സിദ്ഖിന്റെ ഒരു സ്ഥാനം, വമഖഅദു സിദ്ഖ്, സിദ്ഖിന്റെ ഒരു ഇരിപ്പിടം. ഇനി അതെന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇബ്നു ഖയ്യിം പറയുകയാണ്. ഇതിൽ ഇബ്നു ഖയ്യിമും ഇബ്നു തൈമിയ്യയും എല്ലാം വളരെയധികം മുഅ്മിനീങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. അവരുടെ പല കിതാബുകളിലും കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ എന്ന സൂറത്തുൽ ഇസ്രായിന്റെ 80-ാമത്തെ ആ ദുആ, അത് മുഅ്മിനീങ്ങൾ ശീലമാക്കേണ്ടതാണ്. സിദ്ഖ് ആഗ്രഹിക്കുന്ന ആളുകൾ ശീലമാക്കേണ്ട ഒരു ദുആ ആണ് സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ഈ ആയത്ത് എന്നുള്ളത്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ സിദ്ഖിനെ മുറുകെ പിടിക്കാൻ അത് ഉപകരിക്കുമെന്ന നിലക്കൊക്കെ കാണാം. വഹഖീഖത്തു സിദ്ഖ് ഫി ഹാദിഹിൽ അഷ്യാ, എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, സിദ്ഖിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്, സത്യസന്ധതയുടെ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ 5 കാര്യങ്ങളിലാണ്.
ഹുവൽ ഹഖ്ഖു സാബിത്ത്, അത് ഒരു സത്യമാണ്, നിലനിൽക്കുന്ന ഒരു സത്യമാണ്. അൽ മുത്തസിലു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ചേർന്നിട്ടുള്ള, അൽ മൂസിൽ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്. അഥവാ അള്ളാഹുവിനെ കൊണ്ടാണ് അതുണ്ടാവുക, അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതുമാണ്. ബില്ലാ ഇലല്ലാഹ് എന്നുള്ള രണ്ട് രൂപത്തിൽ. വഹുവ മാ കാന ബിഹി വലഹു, ആ സിദ്ഖ് എന്നുള്ളത് അള്ളാഹുവിനെ കൊണ്ടുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിനെ കൊണ്ടുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു ഉപയോഗങ്ങൾ മനസ്സിലാകാൻ ഇനി വീണ്ടും വരുന്നുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തെളിയിക്കാനാണ്. ഒന്ന് ബില്ലാ, രണ്ട് ലില്ലാ എന്നുള്ളത്. ഒന്ന് ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, എനിക്ക് എൻ്റെ കഴിവോ എൻ്റെ ശക്തിയോ എല്ലാം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നുള്ളത്. രണ്ട് ലില്ലാ, ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഏതൊരു കർമ്മമാവട്ടെ, പ്രവർത്തനമാവട്ടെ, സംസാരമാവട്ടെ, നിയ്യത്താവട്ടെ, അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ, അതാണ് ബില്ലാ ലില്ലാ എന്നുള്ളത്. ബില്ലാ എന്നുള്ളതിന് ഉള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലില്ലാ എന്നുള്ളതിനുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഒന്നുകൂടിയും പറഞ്ഞാൽ ബില്ലാ തവക്കുലാണ്, ലില്ലാ തൗഹീദാണ്. ഒന്നുകൂടി തെളിവോടുകൂടി പറഞ്ഞാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു ലില്ലാ എന്നുള്ളതാണ്, ഇയ്യാക നസ്തഈൻ ബില്ലാ എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ലില്ലാ അല്ലാഹു നിനക്ക് വേണ്ടി. ഇയ്യാക നസ്തഈൻ, നിന്റെ സഹായം കൊണ്ട്, ബില്ലാ നിന്റെ സഹായം കൊണ്ട് എന്നുള്ളത്. ഇതൊരു ഉപയോഗമാണ്. അത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. മദാരിജ് സാലിക്കീന്റെ പരിപൂർണമായിട്ടുള്ള കിതാബിൽ ഈ ഒരു വിഷയങ്ങൾ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയാണ് വഹുവ മാ കാന ബിഹി വലഹു, ഈ 5 സിദ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ടും, ബിഹി വലഹു ബില്ലാ ലില്ലാ, അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിന് ചെയ്യുന്നതാണ്. മിനൽ അഖ്വാൽ വൽ അഅമാൽ, സംസാരങ്ങളാവട്ടെ പ്രവർത്തനങ്ങളാവട്ടെ, മിനൽ അഖ്വാൽ വൽ അഅമാൽ വജസാഉ ദാലിക മിനദ് ദുനിയ വൽ ആഖിറ, അതിന്റെ പ്രതിഫലം ദുനിയാവിലും ഉണ്ടാകും പരലോകത്തും ഉണ്ടാകും. ഈ 5 സിദ്ഖ് ഉണ്ട് എങ്കിൽ അതിന്റെ പ്രതിഫലം ദുനിയാവിലും ഉണ്ടാകും പരലോകത്തും ഉണ്ടാകും. എന്നിട്ട് ഓരോന്നും പറയുകയാണ്. ഫമുദ്ഖലു സിദ്ഖ് വമുഖ്റജു സിദ്ഖ്, ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അത് ഒരുമിച്ച് പറയേണ്ടതാണ്. ഒന്ന് സിദ്ഖിന്റെ പ്രവേശന മാർഗവും, ഒന്ന് സിദ്ഖിന്റെ പുറപ്പെടുന്ന മാർഗവും. അൻ യകൂന ദുഖൂലുഹു വഖുറൂജുഹു ഹഖ്ഖൻ സാബിതൻ ബില്ലാഹ്, അതിന്റെ ഉദ്ദേശം അവന്റെ പ്രവേശനവും അവന്റെ പുറപ്പെടലും, അഥവാ പ്രവേശനം പുറപ്പെടൽ എന്ന് പറയുമ്പോൾ അവൻ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുന്നതാവട്ടെ, അവൻ ഏതൊരു പ്രവർത്തനമാവട്ടെ, എന്ത് കാര്യമാവട്ടെ, അതെല്ലാം സത്യമായിട്ടും അത് പരിപൂർണമായിട്ടും ബില്ലാ അള്ളാഹുവിനെ കൊണ്ടായിരിക്കണം. വഫി മർവാത്തിഹി, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലായിരിക്കണം. മുത്തസിലൻ ബിദ്ദഫരി ബിൽ ബുഗ്യതി വഹുസൂലിൽ മത്ലൂബ്, ഏതൊന്നാണോ അതുകൊണ്ട് നമ്മൾ നേടേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യം എന്താണോ അത് അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് കിട്ടുന്ന രീതിയിലും, നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിലും, അഥവാ അള്ളാഹുവിന്റെ തൃപ്തിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. വിദ്ദു മുഖ്റജിൽ കദിബ് വമുദ്ഖലിഹി, ഏതുപോലെ എന്നിട്ട് പറയാണ് എന്തിന്റെ എതിരാണിത്? കദിബിന്റെ പ്രവേശന മാർഗവും കദിബിന്റെ പുറപ്പെടൽ മാർഗത്തിനും എതിരായിട്ട്. അതായത് ഈ മുദ്ഖല് മുഖ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് സന്ദർഭമാവട്ടെ, എല്ലാ കാര്യമാവട്ടെ, അതെല്ലാം സിദ്ഖോട് കൂടിയാവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ആ ദുആ ധാരാളമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരാണ് എന്ത്? കെദിബിന്റെ പ്രവേശന മാർഗവും കെദിബിന്റെ പുറപ്പെടുന്ന മാർഗവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കെദിബോട് കൂടിയുള്ളതാകുന്നത്. അവിടെ പറയാണ് വിദ്ദു മുഖ്റജിൽ കദിബി മുദ്ഖലിഹി അല്ലദി ലാ ഗായത ലഹു യൂസിലു ഇലൈഹ, ആ കദിബിന്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നൊരു ലക്ഷ്യമേ അല്ല കദിബിലേക്ക്, അല്ലെങ്കിൽ അതുകൊണ്ട് എവിടെയെങ്കിലും എത്തിച്ചേരുക എന്നൊരു ലക്ഷ്യമേ അല്ല കദിബിന്റെ. അതല്ലാതെ ഈ സിദ്ഖിന്റെ മുഖ്റജും മുദ്ഖലുമാണ് ഉണ്ടാകേണ്ടത്. വലാ ലഹു സാഖുൻ സാബിതത്തുൻ യഖൂമു അലൈഹ, കദിബിന് യാതൊരു സ്ഥിരതയുമില്ല, അത് നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനവുമില്ല. കമുഖ്റജി അഅദാഇഹി യൗമ ബദ്രിൻ, ഏതുപോലെ ബദർ യുദ്ധത്തിന് ഇസ്ലാമിന് ശത്രുക്കൾ പുറപ്പെട്ടതുപോലെ. വമുഖ്റജു സിദ്ഖ് കമുഖ്റജിഹി ഹുവ വഅസ്ഹാബുഹു ഫി തിൽകൽ ഗസ്വ, സിദ്ഖിന്റെ പുറപ്പെടുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും ആ യുദ്ധത്തിൽ പുറപ്പെട്ടതുപോലെയാണ്. അതായത് ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ ശിർക്കിന്റെയും കുഫറിന്റെയും ഭാഗമായിട്ട് പുറപ്പെടുന്നു, യുദ്ധത്തിന് പുറപ്പെടുന്നു. അവർ പുറപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മുഖ്റജു സിദ്ഖിന്റെയാണ്, മുഖ്റജു കദിബാൻ, അവർ കളവിന്റെ മാർഗത്തിലാണ് പുറപ്പെട്ടിട്ടുള്ളത്.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും പുറപ്പെട്ടത് ഏതിലാണ്? അവർ സിദ്ഖിന്റെ സത്യസന്ധമായ കാര്യത്തിന്റെ ഇതിലാണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെയാണത്. വകദാലിക മുദ്ഖലുഹു അൽ മദീനത, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പ്രവേശനം, അതായത് മുഖ്റജ് സിദ്ഖിന് ഉദാഹരണം പറഞ്ഞതാണ് ബദറിലേക്ക് പുറപ്പെട്ടത്. അതുപോലെ മുദ്ഖലു സിദ്ഖിന് ഒരു ഉദാഹരണമാണ് മദീനയിലേക്ക് പ്രവേശിച്ചത്. കാന മുദ്ഖലു സിദ്ഖിൻ ബില്ലാഹി വലില്ലാഹി വബ്തിഗാഇ മർളാത്തില്ലാഹ്, അവിടെ കാന മുദ്ഖലു സിദ്ഖി ബില്ലാഹി വലില്ലാഹി വബ്തിഗാഇ മർളാത്തില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവേശനം, മദീനയിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കൊണ്ടാണ് നടന്നത്. ഹിജ്റ ചെയ്ത് അവിടെ എത്തിപ്പോകാൻ സാധിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണത് ചെയ്തത്. അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തത്. ഫത്തസിലു ബിഹി അത്തഈദ് വവഫർ വന്നസ്ർ, അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ പിന്താങ്ങവും വിജയവും സഹായവും എല്ലാം അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. വഇദ്റാകു മാ തലബഹു ഫിദ്ദുനിയ വൽആഖിറ, അതുപോലെ തന്നെ ദുനിയാവിലും പരലോകത്തുമുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ തേടിയിട്ടുള്ളത് അത് ലഭിക്കുന്നുണ്ട്. ബിഖിലാഫി മുദ്ഖൽ കദ്ബി അല്ലദി റാമ അഅദാഉഹു അയ്യദ്ഖുലു ബിഹിൽ മദീന യൗമൽ അഹ്സാബ്, എന്നാൽ ഇതിനെതിരായിക്കൊണ്ട് മദീനയിലേക്ക് പ്രവേശിക്കാൻ കെദിബിന്റെ ആളുകൾ, ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഏതുപോലെ? അഹ്സാബ് യുദ്ധത്തിൽ പോലെ. അതായത് അഹ്സാബ് യുദ്ധ സമയത്ത് മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ എല്ലാവരും പറഞ്ഞാൽ അന്ന് ലഭ്യമായിട്ടുള്ള ഇസ്ലാമിന്റെ എതിരെ നിൽക്കുന്ന വിഭാഗങ്ങളിൽ ഭൂരിഭാഗവും അതിനൊരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലായിരുന്നു ശത്രുക്കൾ. അവർ മദീനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വന്ന് ആ സമയത്ത് ഖന്തക്ക് കുഴിക്കുകയും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റടിപ്പിച്ച് അവരെ പേടിപ്പിച്ച് പറഞ്ഞയക്കുകയെല്ലാം ചെയ്ത സന്ദർഭം. അപ്പൊ അവർക്ക് അവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ല. അള്ളാഹുവിന്റെ സഹായം ഒന്നും ഉണ്ടായില്ല. ഫഇന്നഹു ലം യകുൻ ബില്ലാഹി വലാ ലില്ലാഹ്, കാരണം ആ പ്രവേശനം അള്ളാഹുവിനെ കൊണ്ടുമായിരുന്നില്ല, അള്ളാഹുവിന് വേണ്ടിയുമായിരുന്നില്ല. അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ടല്ല, അള്ളാഹുവിന് വേണ്ടിയുമല്ല. ബൽ മുഹാദത്തു ലില്ലാഹി വറസൂലിഹി, പക്ഷേ അത് ചെയ്തത് മുഹാദത്തുൻ ലില്ലാഹി വറസൂലിഹി, അള്ളാഹുവിനോടും റസൂലിനോടും എതിരായിക്കൊണ്ടാണ് അത് ചെയ്തത്. ഫലം യത്തസിൽ ബിഹി ഇല്ലൽ ഖിദ്ലാൻ വൽ ബവാർ, അതുകൊണ്ട് അവർക്ക് നഷ്ടവും നാശവുമാണ് സംഭവിച്ചിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുദ്ഖൽ സിദ്ഖ് മുഖ്റജ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഏതൊരു കാര്യത്തിനെ പുറപ്പെടുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും പിന്താങ്ങും എല്ലാം നമുക്ക് ലഭിക്കും. ഇനി അതല്ല, ഈ സിദ്ഖ് ഇല്ലാത്ത രീതിയിലാണ് എങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുകയില്ല, നമുക്കത് നഷ്ടത്തിലാണ് സംഭവിക്കുകയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട പാഠം. വമ്മ ലിസാനു സിദ്ഖ്, ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസാനു സിദ്ഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫഹുവ, അത് അസ്സനാഉൽ ഹസനു അലൈഹി സലാം, അസ്സനാഉൽ ഹസനു അലൈഹി സലാം. പിന്നെ ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ അസ്സനാഉൽ ഹസൻ, നല്ല പ്രശംസ, ഏറ്റവും നല്ല പ്രശംസ, നല്ല വാക്കുകൾ. ആരുടെ മേലെ? ആരാണ് ആ ദുആ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മേലെ ഏറ്റവും നല്ല പ്രശംസ ആളുകളിൽ നിന്നുണ്ടാവണം. പ്രശംസ ഉദ്ദേശിച്ച് നല്ല വാക്കുകൾ ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയണം. മിൻ സാഇരിൽ ഉമം ബിസ്സിദ്ഖ്, സത്യസന്ധമായിക്കൊണ്ട് ഇനിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ദുആ ചെയ്യുമ്പോൾ എന്താണ്? വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ എന്നാണ്. ഇനി വരുന്ന പിൽക്കാലക്കാരിൽ എനിക്ക് നല്ല പേര്, അല്ലെങ്കിൽ എന്നെ പറ്റി ആളുകൾ നല്ലത് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണമേ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോ ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇനി വരുന്ന എല്ലാ തലമുറകളും സത്യസന്ധമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി നല്ലത് പറയണം എന്നുള്ളതാണ്. അതാണ് ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ. ലൈസ സനാഅൻ ബിൽ കദിബ്, കളവായിക്കൊണ്ടല്ല. അതായത് ആളുകൾ മറ്റൊരാളെ കളവായിക്കൊണ്ട് പുകഴ്ത്താം, എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ കളവായിക്കൊണ്ട് പുകഴ്ത്തുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, സത്യസന്ധമായിട്ട്. كما قال عن إبراهيم وذريته من الأنبياء والرسل, ഏതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലുള്ള നബിമാരെയും പറ്റി പറഞ്ഞു. സൂറത്ത് മറിയമിലെ 50-ാമത്തെ ആയത്തിൽ വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ. വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ,
നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സന്താന പരമ്പര നൽകുകയും അവരിൽ നബിമാരുണ്ടാക്കുകയും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം വേറൊരു സന്താന പരമ്പരയിൽ ആര് വന്നിട്ടില്ല? നബിമാർ വന്നിട്ടില്ല. ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും സന്താന പരമ്പരയിൽ അത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ ബാക്കിയുള്ള നബിമാരും വന്നു. അപ്പോൾ അള്ളാഹു പറയാണ് നമ്മുടെ കാരുണ്യം കൊണ്ട് അവർക്ക് നബിമാരാക്കി. വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, അവർക്ക് നല്ല പേരും നാം നൽകി. വൽ മുറാദു ബിൽ ലിസാൻ ഹാഹുന, ഇവിടെ ലിസാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ നാവ് എന്നർത്ഥം പറഞ്ഞല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നാവ് ഭാഷ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്സനാഉൽ ഹസൻ, നല്ല വാക്കുകൾ, നല്ല പ്രശംസകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതും നമുക്ക് ദുആ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കാലശേഷം, നമ്മുടെ മരണശേഷം വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ മക്കളിലാവട്ടെ, മക്കളുടെ മക്കളിലാവട്ടെ, സമൂഹത്തിലാവട്ടെ നമ്മെക്കുറിച്ച് നല്ല പേരുണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഉലമാക്കളെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ, എത്ര പണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയവർ, അവരെക്കുറിച്ച് നല്ല വാക്കുകൾ നമ്മൾ പറയുന്നു, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദുആവും നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ മുദ്ഖലു സിദ്ഖ്, മുഖ്റജു സിദ്ഖ്, ലിസാനു സിദ്ഖ്, വമ്മാ ഖദമു സിദ്ഖ്. ഇനി അടുത്തത് പറയുന്നത് സിദ്ഖിന്റെ സ്ഥാനം, സിദ്ഖിന്റെ സ്ഥാനം എന്നുള്ളതാണ്. ഈ ഖദമു സിദ്ഖിനെ പല രീതിയിൽ ഉലമാക്കൾ തഫ്സീർ ചെയ്തിട്ടുണ്ട്. അത് ചിലത് ഫഫുസ്സിറ ബിൽ ജന്ന, സ്വർഗമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഖദമു സിദ്ഖ് ഫഫുസ്സിറ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ഖിന്റെ ആ സ്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് കാണാം. വഫുസ്സിറ ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും തഫ്സീർ ചെയ്ത് കാണാം. സ്വർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സൽക്കർമ്മം എന്ന നിലക്കൊക്കെ. വഹഖീഖത്തുൽ ഖദം മാ ഖദ്ദമൂഹു വയുഖദ്ദിമൂന അലൈഹി യൗമൽ ഖിയാമ, ശരിക്കും ഈ ഖദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഖദം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അവർ മുന്നൊരുക്കി വെച്ചിട്ടുള്ളത്, അവർ എന്താണോ മുന്നൊരുക്കി വെച്ചിട്ടുള്ളത്, അങ്ങനെ അവർക്ക് പരലോകത്തേക്ക് എന്താണോ അവർ മുന്നൊരുക്കി വെച്ചിട്ടുള്ളത്, അതാണ് അതിന്റെ ഉദ്ദേശം. വഹും ഖദ്ദമു അൽ അഅമാല വൽ ഈമാന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുഅ്മിനീങ്ങൾ അല്ലെങ്കിൽ സിദ്ഖിന്റെ ആളുകൾ, ഖദമു സിദ്ഖ് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അവർ സൽക്കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഈമാനും ഒരുക്കി വെച്ചിട്ടുണ്ട്. വയുഖദ്ദിമൂന അലൽ ജന്നത്തി അല്ലതി ഹിയ ജസാഉ ദാലിക്, അതുകൊണ്ട് തന്നെ, ഇതുണ്ടായത് കൊണ്ട് തന്നെ സ്വർഗം അവർക്ക് അവിടെയും മുന്നൊരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മള് ഈ ഖദമു സിദ്ഖ് എന്നുള്ളതിന് 3 തഫ്സീർ പറഞ്ഞല്ലോ. ഒന്ന്, നമ്മൾ എന്ത് പറഞ്ഞു? സ്വർഗമാണെന്ന് പറഞ്ഞു. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറഞ്ഞു. 3, അമലു സാലിഹാത്താണെന്ന് പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം ആ 3 തഫ്സീറുകളെയും ഏകോപിച്ച് പറഞ്ഞത്, ഒന്ന്, ഈ ഖദം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നൊരുക്കി വെക്കുക എന്നുള്ളതാണ്, ഖദ്ദമു എന്നുള്ളതാണ്. അപ്പൊ അവർ മുന്നൊരുക്കി വെച്ചത് എന്താണ്? അവർ മുന്നേറിക്ക് വെച്ചത് സൽക്കർമ്മങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനുമാണ്. അതിന് പകരമായിട്ട് അവർക്ക് ഇങ്ങോട്ട് മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അത് സ്വർഗമാണ്. അപ്പൊ ഈ 3 എണ്ണത്തിന്റെയും ബന്ധം അവിടെ മനസ്സിലാക്കി തന്നു. വമ്മ മഖഅദു സിദ്ഖ്, 5-ാമത്തേത് മഖഅദു സിദ്ഖ്. മഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണ് അർത്ഥം. സിദ്ഖിന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവൽ ജന്നതു ഇൻദ റബ്ബി തബാറക വതആല, അത് സംശയമില്ല എന്താണ്? സ്വർഗമാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗത്തെയാണ് മഖഅദു സിദ്ഖ് എന്ന് പറയുന്നത്. നമ്മൾ ഹാദി അൽ അർവാഹ് എന്നുള്ള കിതാബിൽ സ്വർഗത്തിന്റെ പേരുകൾ പറയുമ്പോൾ ഈ മഖഅദു സിദ്ഖിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വവസ്ഫു ذلك كله بالصدق مستلزم ثبوته واستقراره. ഈ സിദ്ഖുമായി ബന്ധപ്പെട്ട് ഈ വിശേഷിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം അത് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. അഥവാ മുഖ്റജ് സിദ്ഖ് ആവട്ടെ, മുദ്ഖൽ സിദ്ഖ് ആവട്ടെ, ലിസാൻ ആവട്ടെ, ഖദമാവട്ടെ, മഖഅദ് ആവട്ടെ, അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. അതാണ് അതിന്റെ ഒരു ഉദ്ദേശിക്കുന്നത്, അതിന്റെ വിശേഷണമായിട്ട്. വന്നഹു ഹഖ്ഖുൻ, കാരണം അത് സത്യമാണ്. വദവാമഹു വനഫഅഹു, അതുകൊണ്ടുള്ള നേട്ടവും ഉപകാരവും എല്ലാം നിലനിൽക്കുന്നതാണ്. വകമാല ആഇദതിഹി, അതുകൊണ്ട് മടക്കി കിട്ടുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് അതായത് ഈ സിദ്ഖ് ഉണ്ടായത് കൊണ്ടെല്ലാം പകരം ലഭിക്കുന്ന കാര്യങ്ങൾ അത് പരിപൂർണമായതാണ്. ഫൈന്നഹു മുത്തസിലും ബിൽ ഹഖ് സുബ്ഹാനഹു കായിനും ബിഹി വലഹു, കാരണം ഈ സിദ്ഖെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണ്, അല്ലാഹുവിനെ കൊണ്ടാണ്, അല്ലാഹുവിന് വേണ്ടിയുമാണ്. ഖാല അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ്, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സിദ്ഖ് അൽവഫാഉ ലില്ലാഹി ബിൽ അമൽ.
സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി കർമ്മത്തിൽ വഫ ഉണ്ടാവുക എന്നുള്ളതാണ്. വഫ എന്നുള്ള പദത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന അർത്ഥം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് എല്ലാ നിലക്കും അതിന് പൂർത്തീകരിക്കുക എന്നുള്ളത്. ഒന്നുകൂടി അതിന്റെ ആശയം വ്യക്തമാക്കുക, കൂറുണ്ടാവുക എന്നുള്ള നിലക്കാണ്, കൂറുണ്ടാവുക എന്നുള്ളത്. പക്ഷെ അർത്ഥം കൃത്യമായി വരുന്നത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വഫ എന്നുള്ളത്. അപ്പോൾ കർമ്മങ്ങൾ അതിന്റെ എല്ലാ കൃത്യതയിലും പൂർത്തീകരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കൾ അള്ളാഹുവിന് വേണ്ടി ഖുർബാൻ സമർപ്പിച്ചു, അള്ളാഹുവിന് വേണ്ടി ബലി സമർപ്പിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം സമർപ്പിച്ചു, വഴിപാട് സമർപ്പിച്ചു, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദം. അതിൽ ഒരു മകൻ ചെയ്തത് എന്താണ്? ഒരു മകൻ ഏറ്റവും നല്ല കന്നുകാലി കൃഷിയുള്ളവനാണ്, കന്നുകാലികളുടെ കച്ചവടം മറ്റുള്ള ആളാണ്, ഏറ്റവും നല്ല അതിൽ മുന്തിയ ഒന്നിനെ തന്നെ അറിവ് നൽകാൻ തയ്യാറായി. രണ്ടാമത്തെ ആൾ കൃഷിയുള്ള ആളാണ്. ആ വ്യക്തി അള്ളാഹുവിന് വേണ്ടി നൽകിയത് എന്താണ്? അവന് ആവശ്യമില്ലാത്ത കേടുവന്നു പോകാനായിട്ടുള്ള അത്ര ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ രണ്ടുപേരും ചെയ്തത് എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, ആണല്ലോ, രണ്ടുപേരും ചെയ്ത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അയാൾ ചെയ്തതിൽ ഏറ്റവും നല്ല, അയാൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല ഒന്നിനെയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സമർപ്പിക്കുന്നത്. മറ്റേ അയാൾക്ക് ആവശ്യമില്ലാത്ത ഒഴിവാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെയാണ്. അതാണ് അൽ വഫാഉ ലില്ലാഹി ബിൽ അമൽ. അള്ളാഹുവിന് വേണ്ടി ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് പൂർത്തീകരിച്ച് ചെയ്യാൻ പറ്റണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതിലേക്ക് ചെയ്യണം. അതായത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ടോ അല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിദ്ഖിനെ ചില പണ്ഡിതന്മാർ തൗഹീദുൽ ഇറാദ എന്ന് പറഞ്ഞത്. ഇഖ്ലാസിനെ തൗഹീദുൽ മുറാദ് എന്ന് പറയും, സിദ്ഖിനെ തൗഹീദുൽ ഇറാദ, അവന്റെ ഉദ്ദേശത്തിൽ ഉണ്ടാകുന്ന തൗഹീദാണ് അസ്ദിഖ് എന്ന് പറഞ്ഞത് കാണാം. വഖീല, മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു സിദ്ഖ് എന്ന് പറഞ്ഞാൽ മുവാഫഖത്തു സിർരി അന്നുത്ഖ, ഒരാളുടെ സംസാരത്തിനോട് അവന്റെ രഹസ്യം യോജിക്കുക എന്നുള്ളതാണ് സിദ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ സംസാരിക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നുണ്ടാകും, ആളുകളോട് പറയുന്നുണ്ടാവും, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാകും, അതിനോട് അവന്റെ രഹസ്യം യോജിച്ചു വരിക എന്നുള്ളതാണ് സിദ്ഖ് എന്ന് മറ്റു ചിലർ പറഞ്ഞു. വഖീല, മറ്റു ചില പണ്ഡിതന്മാർ സിദ്ഖിനെ വിശദീകരിച്ചത് ഇസ്തിവാഉ സിർരി വൽ അലാനിയ, ഒരാളുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആവുക. രഹസ്യവും പരസ്യവും ഒരുപോലെ ആവുക, അതായത് രഹസ്യത്തിൽ ചെയ്യുന്ന തെറ്റൊക്കെ പരസ്യത്തിൽ ചെയ്യാന്നല്ല. പരസ്യത്തിൽ അവൻ മാന്യനായി നടക്കുന്നുണ്ടെങ്കിൽ, നല്ല ആളാണെങ്കിൽ രഹസ്യത്തിൽ അതുപോലെ ആവുക. ആ നിലക്ക് യഅനി അന്നൽ കാദിബ അലാനിയതുഹു ഖൈറു മിൻ സരീറതിഹി, ഒരു കദിബുള്ളവന്റെ പരസ്യ ജീവിതം എന്നുള്ളത് രഹസ്യ ജീവിതത്തിനേക്കാൾ നല്ലതായിരിക്കും. കൽ മുനാഫിഖ്, മുനാഫിഖിനെ പോലെ. അല്ലദീ ളാഹിറുഹു ഖൈറുൻ മിൻ ബാത്തിനിഹി, അവന്റെ പ്രകടമായത് നല്ലതായിരിക്കും, പക്ഷെ അവന്റെ ഉള്ളിൽ എന്തായിരിക്കും? ബാത്തിൻ പിഴച്ചതായിരിക്കും. അപ്പോ രഹസ്യവും പരസ്യവും ഒരുപോലെയാവുക എന്നുള്ളതാണ് സിദ്ഖ് എന്ന് പറഞ്ഞു കാണാം. ഇന്ന സ്വാദിഖ മത്ലൂബുഹു റിള റബ്ബിഹി, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇതിന്റെ അവസാനിപ്പിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ. സത്യസന്ധനായിട്ടുള്ള ഒരാൾ എന്നുള്ളത് അവന്റെ തേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിയാണ്, അവന്റെ റബ്ബിന്റെ തൃപ്തിയാണ്. വതൻഫീദു അവാമിരിഹി, അവന്റെ റബ്ബിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. വതതബ്ബുഇ മഹാബിഹി, അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് അത് ജീവിതത്തിൽ കൊണ്ടുവരലാണ്. فهو متقلب فيها يسير معها أين توجهت ركائبها ويستقل معها أين استقلت مضاربها. അവൻ എപ്പോഴും ഇങ്ങനെ മാറി മാറുന്നത് എന്തിന്റെ മേലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങോട്ടാണോ അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ അവനെ നയിക്കുന്നത്, അങ്ങോട്ടേക്കാണോ പോവുക. അതായത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്നുള്ള ചങ്ങല എങ്ങോട്ടാണോ വലിക്കുന്നത്, അതിലേക്കാണ് അവൻ പോവുക. അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളും എവിടെയാണോ തമ്പടിക്കുന്നത്, അവിടെയാണ് അവനും തമ്പടിക്കുക. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ ഇഷ്ടം അത് നേടുക എന്നുള്ളതായിരിക്കും. فبينا هو في صلاة إذ رأيته في ذكر ثم في غزو, അവൻ നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ അവനെ നിസ്കരിക്കുന്നവനായിട്ട് കാണും, ദിക്റിന്റെ സമയമാണെങ്കിൽ ദിക്റിലായി കൊണ്ട് കാണും, അല്ലെങ്കിൽ നിസ്കാരത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥയിൽ കാണും. പിന്നെ യുദ്ധമുഖത്താണെങ്കിലോ യുദ്ധത്തിൽ കാണും. ثم في حج, ഹജ്ജിന്റെ സമയത്താണെങ്കിൽ ഹജ്ജിന്റെ അവിടെ കാണും. ثم في إحسان للخلق بالتعليم وغيره, ഇനി അതല്ല സൃഷ്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തോണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്തോണ്ടുള്ള സ്ഥലത്താണെങ്കിലോ അവൻ അവിടെ കാണും. മിൻ അൻവാഇൻ നഫ്, മറ്റുള്ള ഉപകാരമുള്ള കാര്യങ്ങൾ എന്താണോ വ്യത്യസ്തമായിട്ടുള്ളത് അവൻ അവിടെ കാണും.
സുമ്മ ഫി അംരിൻ ബിമഅറൂഫ്, നന്മ കൽപ്പിക്കേണ്ട സ്ഥലത്ത് അവൻ അവിടെ കാണാൻ പറ്റും. ഔ നഹീൻ അൻ മുൻകർ, തിന്മ വിരോധിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ അവനെ കാണാൻ പറ്റും. ഔ ഫി ഖിയാമി ബിസബബ് ഫീഹി ഇമാറത്തിൻ ലിദ്ദീനി വദ്ദുനിയ, അല്ലെങ്കിൽ ദീനും ദുനിയാവും നേടാനുള്ള അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന സ്ഥലങ്ങളിൽ നിലകൊള്ളുന്ന അവസ്ഥയിലാണെങ്കിൽ അവിടെയും അവനെ കാണാൻ സാധിക്കും. സുമ്മ ഫി ഇയാദത്തി മരീദിൻ, രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ടാകും. ഔ തശ്ഈഇ ജിനാസത്തിൻ, അല്ലെങ്കിൽ ജനാസയെ ഒരുക്കുന്ന മേഖലയിലാണെങ്കിൽ അവിടെ ഉണ്ടാകും. ഔ നസ്രി മദ്ലൂമിൻ, അല്ലെങ്കിൽ ഒരു ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇൻ അംകൻ, അവന് സാധിക്കുമെങ്കിൽ. ഇലാ ഗൈരി ദാലിക മിൻ അൻവാഇൽ ഖുർബി വൽ മനാഫിഅ, വ്യത്യസ്തമായിട്ടുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ അവനെ കാണാൻ പറ്റും. അതായത് അതിന്റെ ഉദ്ദേശം, സിദ്ഖുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അവന്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി നേടണം, അള്ളാഹുവിന്റെ ഇഷ്ടം നേടണം. അതിന് എന്തെല്ലാം കർമ്മങ്ങളാണോ കിട്ടുക, ഒരു സമയത്ത് ഏത് കർമ്മമാണോ നല്ലത് അതവൻ ചെയ്യുന്നുണ്ടാവും. നിസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് ജമാഅത്തിന് സമയമാണെങ്കിൽ അവിടെ ഉണ്ടാവും. ഇനി അതല്ല അവൻ സുന്നത്തായ വേറെന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയമാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു മുസ്ലിമീങ്ങൾക്ക് സഹായത്തിന് വേണ്ടി വിളിച്ചു, അവൻ അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത് സാധിക്കുമെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവന് സാധിക്കുമെങ്കിൽ അവൻ അവിടെ ഉണ്ടാകും. അവന് എന്താണോ കഴിയുന്നത് ആ മേഖലയിലൊക്കെ അവന്റെ ആകെ ലക്ഷ്യം എന്താണ്? ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഇനി വരുന്നുണ്ട്, ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇന്നതേ ചെയ്യുള്ളൂ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ തൃപ്തി ഏതിലാണോ നേടാൻ പറ്റുക അവിടെ അവനുണ്ടാകും. സിദ്ഖുള്ളവരുടെ അടയാളമാണ്. ലാ യംലികുഹു റസ്മുൻ വലാ ആദത്തുൻ വലാ വദ്ഉൻ. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, ഈ സിദ്ഖുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേലെ വേറെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ വേറെ നാട്ടാചാരങ്ങളോ അല്ലെങ്കിൽ വേറെ നിയമവ്യവസ്ഥകളോ വേറെ ആരുടെയെങ്കിലും നിബന്ധനകളോ ഒന്നും ഉണ്ടാവില്ല. അതായത് വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഞാൻ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ അവൻ ഇതാക്കുന്ന പോലെ ചെയ്യുക, അങ്ങനെ ഉണ്ടാവില്ല. അവൻ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം ഉണ്ടാവും. വലാ യതഖയ്യദു ബിഖൈദിൻ വലാ ഇശാറത്തിൻ, മറ്റൊരാളുടെ എന്തെങ്കിലും കൺട്രോളോ അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഇതിനു വേണ്ടിയിട്ടോ വേറെ ആരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. അവന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. വലാ ബി മക്കാനി മുഅയ്യനിൻ ലാ യുസല്ലി ഇല്ലാ ഫീഹി, അവന് പ്രത്യേകമായിട്ടൊരു സ്ഥലം അവിടെ മാത്രമേ നിസ്കരിക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ന മസ്ജിദിൽ മാത്രം, അതായത് അവൻ ഒരു ഒറ്റ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനാകില്ല. വസിയ്യിൻ മുഅയ്യനിൻ ലാ യൽബസ് സിവ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു വേഷം, ഒരു സുഹൃത്തിനെ അറിയിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തെ അറിയിക്കുന്ന പ്രത്യേകമായൊരു വേഷം, അതിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുള്ളൂ, അങ്ങനെ ഉണ്ടാവില്ല. വഇബാദത്തു മുഅയ്യനത്തുൻ ലാ യൽതഫിതു ഇലാ ഗൈരിഹാ, അവനിഷ്ടമുള്ള കുറച്ച് ഇബാദത്തുകൾ അല്ലെങ്കിൽ പ്രത്യേകമായ ചില ഇബാദത്തുകൾ അതിൽ മാത്രം അവൻ ചെയ്യുള്ളൂ, വേറൊന്നിലേക്കും പോവില്ല. മഅ ഫദ്ലിഹാ അലൈഹാ ഫിദ്ദറജ, അവൻ മുഴുകിയിട്ടുള്ളതിനേക്കാൾ ദറജ കൂടിയതാണ് മറ്റൊന്നുള്ളത് എങ്കിൽ കൂടി അവൻ എന്ത് ചെയ്യില്ല, മറ്റൊന്നിലേക്ക് പോവില്ല. അവൻ ചെയ്യുന്നതിൽ മാത്രം ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകൾ പിന്നെ ഒരാള് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആള് അല്ലെങ്കിൽ ആണെന്ന് വിചാരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികമായി നിസ്കരിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. അവന് സുന്നത്ത് നിസ്കാരത്തിന്റെ സമയത്താണ് ഒരു മുസ്ലിം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യത്തിന് സഹായം ചോദിച്ച് അവന്റെ അടുക്കൽ വന്നത്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ നിസ്കാരത്തിന്റെ ആളാണ്, നിസ്കരിക്കുന്ന ആളാണ്, ഈ വേറെ ആഴ്ചയിലും പോയിക്കോ എന്നുള്ള നിലക്ക് അങ്ങനെ ആവില്ല. സിദ്ഖുള്ള ആൾ അങ്ങനെ ആവില്ല. അവനപ്പം മനസ്സിലാകും ഈ സുന്നത്ത് നിസ്കാരം ഇബാദത്താണ്, ഒരു മുസ്ലിമിനെ സഹായിക്കൽ ഇബാദത്താണ്. അത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ഈ മുസ്ലിമിനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം, ഫദ്ല് കൂടുതലുള്ളത്, അതിലേക്ക് പോകും. എന്നാൽ അങ്ങനെ പോകുന്ന ആളായിരിക്കും സിദ്ഖുള്ള ആൾ എന്ന് പറയുകയാണ്. അതല്ലാതെ ഇവന് പ്രത്യേകമായിട്ട് ഞാൻ ഇന്ന ഇബാദത്തുകൾ മാത്രം മുഴുകിക്കുന്ന ഒരാളാണ്, വേറെ അങ്ങോട്ടുമില്ല, ആ നിലക്കാവില്ല. വബുഅദി മാ ബൈനഹുമാ കബുഅദി മാ ബൈന അസ്സമാഇ വൽ അർദ്, ഈ മറ്റുള്ള കർമ്മങ്ങൾ, ഈ രണ്ട് കർമ്മങ്ങൾ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളാകില്ല. ഇബ്നു ഖയ്യിം പറഞ്ഞത്, സിദ്ഖുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നിബന്ധനകൾക്കോ കെട്ടുകൾക്കോ ഇടയിൽ നിന്നുകൊണ്ട് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന അടയാളങ്ങളിൽ മാത്രം, ഇന്ന വേഷങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ മാത്രം, ഇന്ന ഇബാദത്തുകളിൽ മാത്രം എന്ന് മുഴുകുന്ന ആളുകളല്ല, അങ്ങനെ നിൽക്കുന്ന ആളുകളല്ല. എന്നിട്ട് പറയുകയാണ്, ഫൈനൽ ബലാഅ വൽ ആഫാത്ത് വദ്ദിയാഅ വത്തസന്നുഅ വഇബാദത അൻ-നഫ്സ് വഇസാറ മുറാദിഹാ വൽ ഇശാറത ഇലൈഹാ. ഫൈനൽ ബലാഅ വൽ ആഫാത്ത്, ഒരാളുടെ ദീനിന് ബാധിക്കുന്ന അപകടങ്ങൾ, വരിയാഅ അതുപോലെ ലോകമാന്യത, വത്തസന്നുഅ കാട്ടിക്കൂട്ടൽ, മറ്റുള്ളവരെ കാണാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന, വഇബാദത അൻ-നഫ്സ് സ്വന്തം നഫ്സിനെ ആരാധിക്കുന്ന. സ്വന്തം നഫ്സിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹവയെ ആരാധിക്കുന്ന അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശം. നഫ്സിനെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ആളുകൾ എന്നെക്കുറിച്ച് ഇങ്ങനെ വിചാരിക്കണം എന്നുള്ള നിലക്ക് മാത്രം നഫ്സിന്റെ ചിന്തകൾക്ക് മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥക്കാണ് ഇബാദത്തുൻ നഫ്സ് എന്ന് പറയും. അതായത് പിന്നെ ശരിക്കും നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആകില്ല. നമുക്കൊരു സ്ഥാനവും നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടാവും, ആളുകൾക്കിടയിൽ നമുക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നമ്മുടെ ചില ലക്ഷ്യങ്ങളുണ്ടാവും, അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്തുകൾ. ഇൻഷാ അല്ലാഹ് വേറൊരു വിഷയമാണ്, ഭാവിയിൽ നമുക്ക് വിശദീകരിച്ച് പറയാം. വഇസാറ മുറാദിഹ വൽ ഇശാറത്ത് ഇലൈഹ, അതുപോലെ തന്നെ നഫ്സിന്റെ ഉദ്ദേശം എന്താണോ അതിന് പ്രാധാന്യം കൊടുക്കുക. ഉലമാക്കൾ പറയാറുണ്ട്, നീ നിന്റെ നഫ്സിന്റെ മുറാദിനല്ല അള്ളാഹിനെ ആരാധിക്കേണ്ടത്, അള്ളാഹുവിന്റെ മുറാദിനാണ്. അധികം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ നഫ്സിന്റെ മുറാദിനെ നമ്മൾ അള്ളാഹിനെ ആരാധിക്കുക. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ അള്ളാഹിനെ ആരാധിക്കും, അതിനു വേണ്ടി നമ്മൾ ആരാധിക്കും. അള്ളാഹു എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ടാകില്ല. നമുക്കെന്താണോ ആവശ്യം അതിനു വേണ്ടി നമ്മൾ അള്ളാഹിനെ ആരാധിക്കും. അള്ളാഹു നമ്മളിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അതിനുവേണ്ടി ആവില്ല ആരാധന. ആ നിലക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ദീനിനെ ബാധിക്കുന്ന ദോഷങ്ങൾ, അതായത് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ബാധിക്കുന്ന ദോഷങ്ങൾ, അതാ റിയാവുകാർക്ക് ബാധിക്കുക, അള്ളാഹിനനുസരിക്കുന്ന ആളുകൾക്ക് ബാധിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കാട്ടിക്കൂട്ടാൻ, അതുപോലെ തന്നെ ഇബാദത്തുൻ നഫ്സ്, ഉജ്ബ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയാണ് കുല്ലുഹാ ഫി ഹാദിഹിൽ ഔദാഇ വർ-റുസൂം വൽ ഖുയൂദ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന അവന്റെ അതിർവരമ്പുകൾ, അല്ലെങ്കിൽ അവന്റെ മേലെയുള്ള കെട്ടിക്കുടുക്കുകൾ പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ്. സിദ്ഖുള്ള ഒരാൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. സിദ്ഖുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അവന്റെ ലക്ഷ്യം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊന്നും അവന് ബാധകളുള്ള കാര്യമല്ല. പക്ഷേ ഈ പറഞ്ഞ ദീനിനെ ബാധിക്കുന്ന ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാണ് നേരത്തെ പറഞ്ഞ അവന്റെ കെട്ടിക്കുടുക്കുകൾ എന്നുള്ളത്, അവന്റെ ചുറ്റുമുള്ള കെട്ടിക്കുടുക്കുകൾ. അഥവാ ആൾക്കാർ കാണേണ്ടി വരും, ആൾക്കാർ അറിയേണ്ടി വരും. ഞാൻ ഇങ്ങനെ നടന്നാലേ ആളുകൾ എന്നെ പരിഗണിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഒപ്പമുള്ള ആളുകൾ എന്നെ ഉൾക്കൊള്ളെങ്കിൽ ഞാൻ ഇന്ന രൂപത്തിൽ നടക്കണം, ഞാൻ ഇന്ന കാര്യം ചെയ്താലേ ഇത് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ചിന്ത സിദ്ഖില്ലാത്തവർക്ക് ഉണ്ടാവും, സിദ്ഖുള്ളവർക്ക് കെട്ടിക്കൊടുക്കുണ്ടാവില്ല. എന്നിട്ട് പറയാണ് അല്ലത്തി ഹബസത് അർബാബഹാ അനിസ്സൈരി ഇലാ ഖുലൂബിഹിം. ഈ ആളുകൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന റിയാഇന്റെയും ഉജ്ബിന്റെയും ഇതൊന്നും അള്ളാഹിനെ അനുസരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ വരുന്ന രോഗങ്ങളാട്ടോ. റിയാവ്, ഉജ്ബ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളല്ല, അവനറിയാതെ അവന്റെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്നതാണ്. അവനതിനെ മറികടക്കാനുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇത് ബാധിച്ച ആളുകൾ എന്നുള്ളത് അവരുടെ ഖൽബിലേക്ക് തന്നെ അവർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതായത് അവരുടെ ഖൽബിനെ അള്ളാഹുവിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കർമ്മം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പോലും ആക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം അതുകൊണ്ടാണല്ലോ അവർക്ക് ഈ കുഴപ്പങ്ങൾ ബാധിക്കുന്നത്. അപ്പൊ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയാണ്, അപ്പൊ ഇബ്നുൽ ഖയ്യിം പറയാണ് അല്ലത്തി ഹബസത് അർബാബഹ അനിസ്സൈരി ഇലാ ഖുലൂബിഹിം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ബാധിച്ച ആളുകൾക്ക് അവരുടെ ഖൽബിലേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഫദ്ലൻ അനിസ്സൈരി മിൻ ഖുലൂബിഹിം ഇലല്ലാഹി തആല. പിന്നെയല്ലേ അവരുടെ ഖൽബിനെ അള്ളാഹുവിലേക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് അവരുടെ ഖൽബിനെ തന്നെ നേരെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല, പിന്നെ അവർ ഈ ഖൽബുകൊണ്ട് എങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്നാൽ സിദ്ഖുള്ള ആളുകൾ അങ്ങനെയല്ല, അവർക്ക് എല്ലാം കൊണ്ടും ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കും. ഫൈദാ ഖറജ അഹദുഹും, ഇത് പറയാണ് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇപ്പൊ പറഞ്ഞല്ലോ ഇങ്ങനെ ചില സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില നിബന്ധനകൾ, കെട്ടിക്കുടുക്കുകൾ, അങ്ങനെയുള്ള അവസ്ഥകൾ, ആളുകൾ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കേണ്ട ആളാണല്ലോ, ഞാൻ ഇങ്ങനെ മസ്ജിദിൽ ഒതുങ്ങിയിരിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ വേറെ ദീനിനെ അനുസരിക്കുന്ന ആളുകളെ പറയണേ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം കുടുങ്ങിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്യേണ്ട ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവേണ്ട ആളാണ്, അങ്ങനെയൊക്കെയുള്ള ഈ ബന്ധനങ്ങൾ ഉണ്ടല്ലോ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ പറയാണ് ഫൈദാ ഖറജ അഹദുഹും, അങ്ങനെയുള്ള ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് പോരുകയാണ്. അൻ റസ്മിഹി വവളഇഹി വസിയിഹി വഖൈദിഹി വഇശാറതിഹി, അവൻ കുടുങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ ചുറ്റുമുള്ള ഇതുപോലെയുള്ള ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവനൊന്ന് മാറിപ്പോവാന്ന് വിചാരിക്കുക. അതായത് അവൻ നിൽക്കുന്ന അവന്റെ ഒരു സമൂഹം, അതായത് നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ആ സമൂഹത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ മനസ്സിലാകാൻ പറയാട്ടോ, നിസ്കാരത്തിന്റെ ആളുകൾ ഒരു വിഭാഗം ഉണ്ട് വിചാരിക്കുക, നോമ്പിന്റെ ആളുകൾ ഒരു വിഭാഗം ഉണ്ട് വിചാരിക്കുക, പിന്നെ യുദ്ധത്തിന്റെ ആളുകൾ ഒരു വിഭാഗം ഉണ്ട് വിചാരിക്കുക, ഇനി സ്വതക്കയുടെ ആളുകൾ ഒരു വിഭാഗം ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നിസ്കാരത്തിന്റെ ആളുകൾ, ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, നിസ്കാരത്തിന്റെ ആളുകൾ അവരുടേതായ ചില അടയാളങ്ങളുണ്ട്, ഇന്ന നിസ്കാരങ്ങൾ അവർ പിന്നെ കൃത്യമായി നിസ്കരിക്കും, അങ്ങനെയുള്ള ആളുകൾ.
നോമ്പിന്റെ ആളുകൾ കൃത്യമായി തന്നെ നോമ്പ് വെൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആളുകൾ അങ്ങനെ, അല്ലെങ്കിൽ ഓരോ കാര്യം സ്വതക്കേത ആളുകൾ ഓരോ ദിവസവും ഇത്ര സ്വതക്ക് കൊടുക്കുന്നു അങ്ങനെ വിചാരിക്കുക. അപ്പൊ ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ നിയമങ്ങളിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ എന്താണ്, അവൻ എന്ത് ചെയ്യണം, മറ്റുള്ള ആളുകളൊപ്പം നിസ്കാരം നിർവഹിച്ചിരിക്കണം, അല്ലെങ്കിൽ സ്വതക്ക് കൊടുക്കുന്ന ആൾ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ഞാനും കൊടുത്തിരിക്കണം എന്നുള്ള ഇതിലുണ്ടാവുക. കാരണം അവരൊരു കൈദിലാണ്. അവർ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇതിന്റെ ആളാണ് എന്ന നിലക്കായിട്ടുണ്ടാകും. ഇനി ഇതിൽ നിന്ന് അപ്പൊ അതിലൂടെ അവർക്ക് എന്താ ഉണ്ടാവുക, റിയാഓ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാവുക, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ഇതിൽ നിന്ന് അവനൊന്ന് ഒഴിവാകാൻ തീരുമാനിച്ചു വിചാരിക്കുക, ഇതൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ നിൽക്കുന്നില്ല, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഇന്ന് നിസ്കാരത്തിന്റെ ആളായി, ഞാൻ ആ നിസ്കാരത്തിന് സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ അതിനേക്കാൾ നന്മയുള്ള വേറൊരു കാര്യം വന്നു. അപ്പൊ അപ്പോഴും നിസ്കാരത്തിന്റെ ആളെന്താ വിചാരിക്കുക, അപ്പൊ ഈ നിസ്കാരത്തിന്റെ ആളുകൾ ഇന്ന സമയത്ത് ഇന്ന നിസ്കാരം നിസ്കരിക്കുമെന്ന് വിചാരിക്കുക. ആ സമയത്താണ് ഇങ്ങനൊരു വേറൊരു മുസ്ലിമിന് സഹായത്തിന് വേണ്ടി അവനെ വിളിച്ചത്. അപ്പൊ നിസ്കാരത്തിന്റെ ആള് വിചാരിക്കുകയാണ്, ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇവര് വിചാരിക്കും ഞാൻ ഇവരെ കൂട്ടത്തിലല്ല, ഞാൻ അല്ലെങ്കിൽ നിസ്കാരം പാഴാക്കി വിചാരിക്കും, അപ്പൊ അതിന് പോകണ്ട, ഞാൻ ഇത് ചെയ്താൽ മതി എന്നവൻ വിചാരിക്കുകയാണ്. കാരണം വിചാരിക്കാനുള്ള കാരണം എന്താണ്, ബാക്കിയുള്ളവരെന്ത് കാണുമെന്നത്. ഇപ്പൊ ഒരു നോമ്പ് എടുക്കുന്ന ഒരുത്തൻ സുന്നത്തായ നോമ്പ് എടുക്കുകയാണ്. അപ്പൊ അവനൊരു ഉദാഹരണത്തിന് അവനൊരു ക്ഷണം വന്നു, അവന്റെ സഹോദരന്റെ ക്ഷണം ഉള്ള ഒരു ദിവസമാണ്. പക്ഷെ അന്ന് അവന്റെ കൂട്ടത്തിൽ ആളുകളൊക്കെ എന്ത് ചെയ്യണതാ, നോമ്പ് എടുക്കുന്ന ദിവസമാണ്. പക്ഷേ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് പതിവുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഒരു വലിയ ക്ഷണിച്ചു, നിർബന്ധമായിട്ട് പോകേണ്ടതാണ്. അപ്പൊ അവൻ ആ നോമ്പ് വേറെ ദിവസം നോൽക്കാം, അതായത് അവൻ നോൽക്കാം. പക്ഷെ അവൻ വേണ്ട, ആളുകൾ മറ്റവരെന്ത് വിചാരിക്കും, ഞാൻ ഈ കൂട്ടക്കാരുടെ നടുവിലാണല്ലോ, അപ്പൊ ഞാൻ നോമ്പെടുക്കായിരുന്ന അവരെന്താ വിചാരിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ വിചാരിക്കുക. അതാണ് ഈ സയ്യിദ് അല്ലെങ്കിൽ റസൂം എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാള് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അതിനേക്കാൾ നന്മയുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ അതിലേക്ക് വരാൻ കൊടുക്കുന്ന സമയത്ത് വലൗ ഇല അഫ്ളൽ മിൻ, അവർ ചെയ്യുന്ന കാര്യത്തിനേക്കാൾ അഫ്ളലായ ഒന്നിലേക്ക് തന്നെ ഇറങ്ങാൻ നിന്നാലും അവന്റെ ഉള്ളിൽ തോന്നും ഇസ്തഹജന ദാലിക വറഅഹു നഖ്സൻ, അവന് തോന്നുക ഇത് കുറവാണ്, ഇത് ഒരു മോശമായിട്ടുള്ള കാര്യമാണ് തോന്നുന്നു. അതൊന്ന് തസവ്വുർ ചെയ്താൽ ക്ലിയർ ആവും. ഇത് മനസ്സിലാക്കി തരാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അതായത് ഇപ്പൊ നോമ്പുകാരനെ എടുത്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ വലീമയുടെ ക്ഷണം സ്വീകരിക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഐച്ഛികമായ നോമ്പ് വേറെ വെച്ചെടുക്കാൻ പറ്റും. അതിനേക്കാൾ അഫ്ളലാണ് ഇത് എന്ന് മനസ്സിലായാലും ഞാൻ ഈ ആളുകളുടെ ഇടയിൽ നിന്ന് നോമ്പെടുക്കാത്തൊരു ദിവസം വന്നു കഴിഞ്ഞാൽ എന്താണ്, എന്നിട്ട് ഞാൻ ഈ വലീമക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കുറവാണ് അവന് തോന്നിപ്പോകും. ഞാൻ ചെയ്തത് കുറവായി, യഥാർത്ഥത്തിൽ എന്താണ് ഫളുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു സമയത്ത് അവന് മുസ്ലിമിനെ സഹായിക്കാൻ പോയി, ഐച്ഛികമായ ഒരു നിസ്കാര സമയത്ത് മുസ്ലിമിനെ സഹായിക്കാൻ പോയി, അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായില്ല, നിസ്കരിക്കാൻ ഉണ്ടായില്ല എന്നുള്ളത് ആ സഹായിക്കാൻ പോയതിന്റെ ഫളെല്ലാം അവന്റെ മനസ്സിലുണ്ടാവുക. ഞാൻ ഇതിൽപ്പെട്ട ആളാണല്ലോ, ഈ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലോ, അപ്പൊ ഞാൻ പക്ഷെ അതിന് പോയത് ഒരു കുറവാണ് എന്നവന് തോന്നും. കാരണം അവൻ എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ്, അവന്റെ ചുറ്റുമുള്ള ചില നിയമങ്ങളുടെ നടുക്ക് മാത്രമായിരിക്കും. അതാണ് പറഞ്ഞത്, അവൻ കുറവായി കാണും. സുഖൂത്തൻ മിൻ അയ്നിന്നാസ്, അവന് തോന്നും ആളുകളുടെ കണ്ണിൽ ഞാൻ മോശക്കാരനായി പോയിട്ടുണ്ട്. അതായത് ആളുകൾ ഇന്ന് ഇങ്ങനെ കാണുന്ന ഒരാളാണ് ഞാനപ്പോ, ആളുകളുടെ കണ്ണിൽ എന്റെ സ്ഥാനം കുറഞ്ഞു പോയിട്ടുണ്ട്. വൻ ഹിതാതൻ ലിറുത്ബതിഹി ഇൻദഹും, അവരുടെ അടുക്കൽ എനിക്കൊരു വില ഉണ്ടാവും, കൃത്യമായി എല്ലാം ചെയ്യുന്ന ഒരാള്, അതിൽ നിന്ന് ഞാൻ താഴ്ന്നു പോയി എന്ന് അവന് തോന്നും. എന്നിട്ട് പറയാണ് വഹുവ ഖദ് ഇൻഹത്ത വസഖത മിൻ ഐനില്ലാ, അവൻ എപ്പോഴേ അള്ളാഹിന്റെ കണ്ണിൽ നിന്ന് വീണു പോയിട്ടുണ്ടാവും. അവൻ എപ്പോഴേ അള്ളാഹുവിന്റെ കണ്ണിന്ന് അവൻ വീണുപോയിട്ടുണ്ടാകും. അതായത് അവൻ ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള ബന്ധനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ അപ്പപ്പോ ഏതാണോ ഏറ്റവും നല്ല ഇബാദത്ത് അതിൽ അവനുണ്ടാകും. ആ സമയം അവന് ചെയ്യേണ്ടത് എന്താണോ അതിലുണ്ടാവും. ഇന്ന് കാലത്ത് അധികം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ദീനിലെ ഒരു ഫിഖാണ് ഫിഖുൽ ഔലവിയാത്ത് എന്ന് പറയും. ഫിഖുൽ ഔലവിയാത്ത് എന്ന് പറയും. അഥവാ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഏത് സമയത്താണ് ഖുർആന് ഉദാഹരണത്തിന് പറഞ്ഞാൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ അവിടെ ഔലവിയാത്ത് കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ് കൊടുക്കേണ്ടത്, ദുആഇനാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാന സമയത്ത് അവിടെ ഖുർആൻ പാരായണമുണ്ട്, നിസ്കാരമുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. അവിടെ ഏതാ ഔലവിയാത്ത്, ഏതാ ഇസ്തിഗ്ഫാറിനാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ, ഉദാഹരണത്തിന് പിന്നെ ജിഹാദ് വന്നു, മാതാപിതാക്കൾ അവനിലേക്ക് ആവശ്യക്കാരാണ്, അതിലേതാ ഔലവിയാത്ത്, മാതാപിതാക്കളാണ്. അങ്ങനെ ഏതൊരു ഘട്ടത്തിലും എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള ആ ഔലവിയാത്ത് കൊടുക്കുക, അഥവാ പ്രാധാന്യം ഏതിന് കൊടുക്കണം എന്നുള്ളത് പല ആളുകൾക്കും, ദീനുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിഖാണ്, ദീനിലെ ഒരു ഫിഖാണ്. ഉലമാക്കൾ മനസ്സിലാക്കാൻ, ഹിക്മത്തുള്ളവർക്ക് മനസ്സിലാകുന്ന ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫിഖാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇവൻ
ഇവിടെ പറഞ്ഞ ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ് ഔലവിയത്തിന്റെ കാര്യം. ഇവിടെ പറഞ്ഞത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളുടെ നടുവിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം എന്നുള്ള അവസ്ഥയിൽ അവിടെ ഉണ്ടാകില്ല. അതാണ് സിദ്ഖ് എന്ന് പറഞ്ഞത്. സിദ്ഖ് എന്ന് അവന്റെ ലക്ഷ്യം അള്ളാഹ് മാത്രമാണ്. അള്ളാഹ് മാത്രമാണ് ലക്ഷ്യത്തിലുള്ളൂ. ആളുകൾ എന്ത് വിചാരിക്കുന്നു, ആളുകളുടെ കണ്ണിൽ ഞാൻ അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്യാത്ത ആളായിട്ട് ആളുകൾ വിചാരിക്കുകയോ അങ്ങനെ ഒരു വിഷയം അവനുണ്ടാവില്ല. അതായത് എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ലജ്ജയില്ലാത്ത അവസ്ഥയല്ല പറയുന്നത്. അവൻ സൽക്കർമ്മം ചെയ്യുന്നതിൽ അവൻ എന്താണോ അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ളത്, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്ന അഫ്ളലായ ഇബാദത്ത് ആ സമയം എന്താണോ അതിലവൻ ഉണ്ടാകും. അതാണ് സിദ്ഖുള്ളവരുടെ അടയാളം. അവസാനമായി ഇബ്നു ഖയ്യിം പറയുന്നു, വഅയ്ളൻ ഫഹംലു സിദ്ഖ് കഹംലിൽ ജിബാൽ റവാസി. ഇതിനെ അവസാനിപ്പിക്കുന്ന പാരഗ്രാഫാണ്. സിദ്ഖിനെ ഏറ്റുക എന്ന് പറഞ്ഞാൽ, സിദ്ഖിനെ ഏറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പർവ്വതത്തെ ഏറ്റുന്നത് പോലെയാണെന്ന്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളത്. സിദ്ഖ് ഉണ്ടാവാന്ന് ബുദ്ധിമുട്ടാണ്, അത് നിലനിർത്തുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. അത് വലിയൊരു പർവ്വതത്തിനെ ഏറ്റുന്നത് പോലെയാണ്. ലാ യുതീഖുഹു ഇല്ലാ അസ്ഹാബുൽ അസായിം. വളരെ ദൃഢതയുള്ള ആളുകൾക്കല്ലാതെ അതിന് സാധിക്കൂല. വളരെ ദൃഢനിശ്ചയമുള്ള ആളുകൾക്കല്ലാതെ അത് സാധിക്കില്ല. ഫഹും യതഖല്ലബൂന തഹ്തഹു തഖല്ലുബൽ ഹമ്മാൽ ബിഹംലിഹി الثقيل. ആ സിദ്ഖിനെ ഏറ്റു നിൽക്കുമ്പോൾ ആ ഏറ്റു നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. വലിയൊരു ഭാരം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ആട്ടം ഉണ്ടാവൂലേ, അത് ആടുന്നത് പോലെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എന്നാൽ റിയാ, കദിബ്, ലോകമാന്യത, കളവ് എന്നൊക്കെ ഒരു തൂവലിനെ പോലെ ഭാരം കുറഞ്ഞതാണ്. അത് ഏറ്റവും വലിയ പണിയൊന്നുമില്ല, അത് എളുപ്പമുള്ള കാര്യമാണ്. ലാ യജിദു ലഹു സാഹിബുഹു സിഖലൻ അൽബത്ത. അത് ഏറ്റുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അവനൊരു ഭാരമായിട്ട് അത് തോന്നുകയില്ല, അവനൊരു കുഴപ്പമുണ്ടാവില്ല. സിദ്ഖോട് കൂടി ജീവിക്കുക എന്നുള്ളത് വളരെ ഭാരമുള്ളതും ആടിക്കളിച്ചുകൊണ്ട് ഏറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഫഹുവ ഹാമിലുൻ ലഹു ഫി ഹയ്യി മൗദിഇൻ ഇത്തഫഖ. ഈ കദിബിന്റെ ഇതിന്റെ ആളുകൾ അവൻ എപ്പോഴൊക്കെ പറ്റുന്നു അതൊക്കെ അവന്റെ അടുത്ത് അത് എപ്പോഴും ഉണ്ടാവും. സിദ്ഖുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് വീണു പോകും, ആ ഭാരം പൊന്തിക്കാൻ എപ്പോഴും പറ്റി ചിലപ്പോൾ ഒന്ന് വീണു പോകുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷേ കദിബിന്റെ ആളുകൾ എപ്പോഴും തോന്നിയ പോലെ അവൻ എപ്പോഴാണോ പറ്റുന്നത് അപ്പോഴൊക്കെ കദിബിന്റെയും ഇതിന്റെ ആളാകും. ബിലാ തഅബിൻ വലാ മശഖത്തിൻ വലാ കുൽഫത്തിൻ. അവനൊരു ബുദ്ധിമുട്ടോ ക്ഷീണോ ഞെരുക്കോ ഒന്നും അതുകൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. വലാ യതഖല്ലബു തഹ്ത ഹിംലിഹി വലാ യജിദു സിഖലഹു. അവനതൊരു ഭാരമായിട്ട് തോന്നൂല്ല, അവനതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു ഇളക്കം ഉണ്ടാവില്ല. അതങ്ങനെ സിമ്പിളായിട്ട് അവൻ ഏറ്റി ജീവിതത്തിൽ കൊണ്ടു നടക്കും. അപ്പോൾ സിദ്ഖ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മൻസിലത്തു സിദ്ഖ് ഇവിടെ ഇബ്നു ഖയ്യിം അവസാനിപ്പിക്കുന്നു. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നതെല്ലാം നമ്മളിൽ സിദ്ഖ് ഉണ്ടോ ഇല്ലയോ എന്ന് വേർതിരിച്ചറിയാനാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇതൊക്കെ സത്യസന്ധമായിട്ട് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളത്, ആ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരു ഇൽമ് കേട്ടു വിചാരിക്കാം. ഇപ്പോൾ നമ്മളൊരു ഹദീസ് കേട്ടു അല്ലെങ്കിൽ ഒരു ആയത്ത് കേട്ടു, അപ്പോൾ നമ്മൾ സത്യസന്ധം അത് ആഗ്രഹിക്കുന്നു, ഞാൻ അമൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അള്ളാഹു തആല അതിനുള്ള അവസരം കൊണ്ടുവന്നു തരും. അല്ലെങ്കിൽ ഒരു ഹദീസ് കേട്ടു, ഹദീസിന്റെ അമല ഇങ്ങനെ അവസരം വന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു അവസരം നമ്മൾ എത്തിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നീ അന്ന് പറഞ്ഞ നീ പാലിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതിൽ എല്ലാത്തിന്റെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല. അതിൽ പെട്ടതാണ് ലാ റബ്ബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ റബ്ബില്ല. ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ ഖാദിറ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷങ്ങളും ഒക്കെ അതിൽ പെട്ടു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ മക്കളില്ലാത്തവർ, അല്ലെങ്കിൽ സന്താനങ്ങൾ ലഭിക്കാത്തവർ, അല്ലെങ്കിൽ കച്ചവടത്തിൽ ദാരിദ്ര്യം നേടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നവർ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളാണെങ്കിൽ അള്ളാഹുവിനെ അറിയേണ്ടത് എന്താണ്? സന്താനം നൽകുന്നത് ഞാനാണ്, ഖാലിഖ് ഞാനാണ്, റാസിഖ് ഞാനാണ്, മുദബ്ബിർ ഞാനാണ്. എൻ്റെ അടുക്കല്ലാതെ വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ? അത് സിദ്ഖില്ലായ്മയാണ്, സിദ്ഖില്ലായ്മയാണ്. അങ്ങനെ ഏത് മേഖലയിലും അള്ളാഹു നമ്മിൽ പരീക്ഷിക്കുന്നത് ലയഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വലയഅലമന്ന അൽ കാദിബീൻ. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നത് ആരാണ് അവരിൽ സിദ്ഖുള്ളവർ, ആരാണ് അവർ കദിബുള്ളവർ എന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സിദ്ഖിനെ ചോദിക്കുക. ഈ പറഞ്ഞ 5 സിദ്ഖ് പറഞ്ഞതിൽ 5നെയും അള്ളാഹുവിനോട് നമ്മൾ തേടേണ്ടതാണ്. ഖുർആനിൽ പരാമർശിച്ചത് സിദ്ഖോട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ സിദ്ഖുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.